أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. സ്നേഹം നിറഞ്ഞ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മതവിധികൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ഒരേ സ്ഥാനത്താണ്. നമ്മുടെ പ്രമാണം ഖുർആനും ഹദീസുമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതാണല്ലോ ഇപ്പം നമ്മുടെ പ്രമാണം. അപ്പോ വിധികൾ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ, അതുപോലെ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ ഖുർആനും ഹദീസും ഒരേ സ്ഥാനത്താണ്. അതിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അത് സൂചിപ്പിക്കുന്ന ഒരുപാട് പ്രമാണങ്ങൾ കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരു സ്ഥാനം? രണ്ടും വഹിയാണ്, അള്ളാഹുവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ട സന്ദേശമാണ്, വഹിയാണ് ഖുർആനും സുന്നത്തും. ഞാൻ അതിലേക്കുള്ള തെളിവുകളൊന്നും പറഞ്ഞപ്പോൾ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. പല പ്രാവശ്യങ്ങളിലായി ഇത് കേൾക്കുന്നതാണ്. ഖുർആൻ വഹിയാണ്, ഹദീസ് വഹിയാണ്. മതവിധികൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ ഒരേ സ്ഥാനമാണ്. ഇത്തരം കാര്യങ്ങളെ തെളിവ് സഹിതം എനിക്കിപ്പോൾ പറയാൻ ഞാനത് സമയം അതിന് ഉപയോഗിക്കുന്നില്ല. അതേസമയം ഇന്ന് ഹദീസിന്റെ വിഷയത്തിൽ, അതിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ അതിനെ പരിഗണിക്കുന്ന വിഷയത്തിലൊക്കെ വലിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ വന്നതും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനോടുള്ള സ്നേഹം, അതിനെതിരെ ജനങ്ങൾ നിലകൊള്ളുമ്പോൾ അവരെ ഉത്ബുദ്ധരാക്കാനുള്ള പരിപാടികൾ, അത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഈ ശ്രമങ്ങൾക്ക്, ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഇതുമായി ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ, അവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂർവികരായ ആൾക്കാർ, സലഫ്, അവരുടെ ഈ വിഷയത്തിലുള്ള രീതി, ലൈന്, പ്രത്യേകിച്ചും ഹദീസിന്റെ വിഷയമാണ് ഞാനിവിടെ പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല. ഹദീസിനെ ഇഷ്ടപ്പെടുന്നവർ, അവരെപ്പറ്റി ഒരു കവിത, ഇമാം ഷാഫി പറഞ്ഞ ഒരു കവിത. അതെന്താ? കുല്ലുൽ ഉലൂമി സിവൽ ഖുർആനി മശ്ഗലത്തുൻ. എല്ലാ ഇൽമുകളും, ഇൽമ് എന്ന നിലക്കുന്ന പലതുമുണ്ട്, പക്ഷേ ഖുർആൻ ഒഴികെയുള്ള ഇൽമ്, അതൊക്കെ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്തുന്നതാണ്. ഇല്ലൽ ഹദീസ, ഹദീസ് ഒഴികെ, വ ഇല്ലൽ ഫിഖ്ഹ ഫിദ്ദീനി, അതുപോലെ അള്ളാന്റെ ദീനിലുള്ള വിവരം, അവഗാഹമായ അറിവ്, ഇതല്ലാത്തതൊക്കെ, അപ്പൊ ഖുർആന്, ഹദീസ്, ഫിഖ്ഹ്, ഇതല്ലാത്തതൊക്കെ എന്താണ്? ഒക്കെ മനുഷ്യന്റെ സമയം നശിപ്പിക്കുന്നതാണ്. ഇനി അദ്ദേഹം പിന്നെ പറയുന്ന വാചകം കേട്ടോളൂ. അൽ ഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസന. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ? എന്താ അറിയാം നിങ്ങൾക്ക്? ഇൽമ് എന്ന് പറഞ്ഞാൽ അതിൽ ഹദ്ദസന ഉണ്ടായിരിക്കും, അതാണ് ഇൽമ്. വമാ സിവാദാക വസ്വാസു ശയാത്തീനി, അതല്ലാത്തതൊക്കെ പിശാചിന്റെ വസ്വാസാണ്. എന്താണ് ഈ ഹദ്ദസന എന്ന് പറഞ്ഞാൽ?
ഇവിടെ സഹീൽ ബുഖാരി എടുത്തു നോക്കും. ബുഖാരി ഹദ്ദസന ഫുലാൻ ഹദ്ദസന എന്ന് പറഞ്ഞിങ്ങനെ പോകും. ഞങ്ങളോട് ഹദീസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന്റെ മഹത്വം ഇമാം ഷാഫി നമുക്ക് പറഞ്ഞു തരാം. അതല്ലാത്തതൊന്നും ഇൽമല്ല. ഇനി വേറൊരു കവിത, അഹ്ലുൽ ഹദീസി ഹുമു അഹ്ലുൻ നബിയ്യി വ ഇല്ലം യസ്ഹബു നഫ്സഹു അൻഫാസഹു സ്വഹിബു. ആരാണ് അഹ്ലുൽ ഹദീസ്? ഹദീസിന്റെ ആൾക്കാരാരാ? നമുക്കൊക്കെ സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു വിഷയമാണ്. അവരാരാണ്? അവരാണ് അഹ്ലുൻ നബി, നബിയുടെ ആൾക്കാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൾക്കാരാണ് ഹദീസിന്റെ ആൾക്കാർ. വൈലം യസ്ഹബു നഫ്സഹു, റസൂൽ തിരുമേനിയുടെ കൂടെ അവർ കൂടിയിട്ടില്ലെങ്കിലും, നമ്മളൊന്നും റസൂലിനെ കണ്ടിട്ടില്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ കൂടിയിട്ടില്ലെങ്കിലും അവർ റസൂൽ തിരുമേനിയുടെ ആൾക്കാരാണ്. അൻഫാസഹു സഹിബു, എന്നാൽ അവരുടെ ഓരോ ശ്വാസങ്ങളും റസൂൽ തിരുമേനിയുടെ കൂടെയാണ്. അപ്പോ ഹദീസ് അതിനെ ഇഷ്ടപ്പെടുന്നവർ, അത് ജീവിതത്തിൽ പകർത്തുന്നവർ, അത് മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അവരാണ് ആര്? പ്രവാചകന്റെ ആൾക്കാർ. ഇനി ഇതിനെതിരെ നിന്നാലോ, ഹദീസുകൾക്കെതിരെ നിലകൊണ്ടാൽ അതിനും സലഫിന് ആ വിഷയത്തിൽ അവരുടെ നിലപാടെന്താ നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകൾക്കെതിരെ നിലകൊള്ളുന്ന ആൾക്കാര് ഒരു പക്ഷേ വളരെ ദാരുണമായ അന്ത്യം അവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. വളരെ മോശമായ അന്ത്യം സംഭവിക്കും. അതവര് പേടിക്കണം. അതിന് തെളിവുകൾ നമ്മുടെ വലിയ പണ്ഡിതന്മാർ ഒന്ന് രണ്ടെണ്ണം കൊടുക്കുന്നത് ഞാൻ പറയട്ടെ. അതിലൊന്ന് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. കാന റജുൽ നസ്രാനി, ഒരു ക്രിസ്ത്യാനിയായ ഒരാള്, ഫഅസ്ലം, അയാൾ മുസ്ലിമായി വന്നു. വ ഖറാൽ ബഖറ വ ആല ഇമ്രാൻ, അയാൾ ബഖറ, സൂറത്ത് ബഖറ, ആല ഇമ്രാനൊക്കെ ഓതി. വകാന യക്തുബുലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വഹി എഴുതാനും അയാൾ ഒരുങ്ങി. വഹി ഇറങ്ങുന്നതൊക്കെ എഴുതി വെക്കും. പക്ഷെ ആ കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ക്രിസ്ത്യാനിയായി മടങ്ങിപ്പോയി. ഫഖാന യഖൂൽ, അയാൾ പറയാറുണ്ടായിരുന്നു അത്രേ, ലാ യദ്രി മുഹമ്മദ് ഇല്ലാമ കതബ്തു ലഹു, മുഹമ്മദിന് ഞാൻ എഴുതി കൊടുത്തതേ അറിയുള്ളൂ, കാരണം എഴുത്തിൻകല്ലേ അറിയുള്ളൂ. ഇത് പറഞ്ഞു നടക്കുക, മുഹമ്മദിന് ഞാൻ എഴുതി കൊടുത്തതേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊച്ചാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഫഅമാതഹുല്ലാഹ്, അപ്പൊ അള്ളാഹു അയാളെ മരിപ്പിച്ചു കളഞ്ഞു. അയാൾ മരിച്ചുപോയി. ഫദഫനൂഹു, അയാൾ എന്ത് ചെയ്തു? മറവ് ചെയ്തു. പക്ഷെ നേരം വെളുത്തപ്പോ മറവ് ചെയ്യപ്പെട്ട ആ മയ്യത്ത് വഖദ് ലഫളതുൽ അർള്, ഭൂമി അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ഭൂമി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. മറവ് ചെയ്ത മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കടക്കുന്നു. ഫഖാലു, അവര് പറഞ്ഞു, ഹാദാ ഫീലു മുഹമ്മദ് വസഹാബി, ഇത് ആ മുഹമ്മദിന്റെ പണിയാണ്, മുഹമ്മദിന്റെ ആൾക്കാരുടെയും പ്രവർത്തനമാണ്. അതാണ് അങ്ങനെ നബിഷു എൻ സാഹിബിന, അതുകൊണ്ട് നന്നായി കുഴിക്കണം. ഇനി ഒരിക്കലും പുറത്തേക്ക് എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭൂമിയിൽ നന്നായി കുഴിച്ചിട്ട് അവിടെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു. ബാമഖൂലഹു ഫിൽ, ഭൂമിയിൽ ആഴത്തിൽ കുഴിക്കണം എന്നാണ്. മസ്തത, കഴിവിന്റെ അത്ര. അങ്ങനെ അവര് മറവ് ചെയ്ത് നേരം വെളുത്ത് നോക്കുമ്പോൾ വീണ്ടും മയ്യത്ത് പുറത്ത് തന്നെ. ഇത് ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ നേരം അവർക്ക് ബോധ്യ ഇന്നഹു ലൈസ മിനന്നാസ്, ഇയാൾ മനുഷ്യനായിരിക്കൂല, അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് അയാൾ ഒഴിവാക്കി. ഇതെന്താ? ഇസ്ലാമിന്റെ പ്രവാചകനോട് കളിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ ശിക്ഷയാണിത്. എന്റെ വ്യാഖ്യാനം എടുത്തു നോക്കി കാണാൻ കഴിയും. അബൂജഹലിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ. അബൂജഹൽ, ഈ അബൂജഹലിനെ കൊന്നു കളഞ്ഞത് ആരാന്നറിയോ? അഫ്രാഖ് എന്ന വ്യക്തിയുടെ 2 കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. യുദ്ധം നടക്കുമ്പോ, ബദർ യുദ്ധം നടക്കുമ്പോ എന്താണ്, ബദർ യുദ്ധത്തിൽ പിന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ഈ കുട്ടികൾ വന്ന് ചോദിച്ചു, അല്ല പിതൃ, ഈ അബൂജഹൽ ആരാണ്? ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നവുഖാന യസുബു റസൂൽ, റസൂലിനെ ചീത്ത പറയുന്നുണ്ട് അയാൾ. അബൂജഹൽ റസൂലിനെ ചീത്ത പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ചീത്ത പറയുന്ന അബൂജഹൽ ആരാണ്? ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പൊ ഇയാള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന ബഹുമാനപ്പെട്ട സഹാബി പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചെറിയ മക്കള്, നിങ്ങൾ എന്ത് ചെയ്യാനാ? പക്ഷെ ഞങ്ങൾക്ക് അയാളെ കാണണം എന്ന് പറഞ്ഞു. ഈ 2 കുട്ടികൾ പോയിട്ടാണ് അബൂജഹലിനെ വെട്ടിക്കൊന്നത് എന്നാണ്. മരിക്കാനും വേണം ഒരു ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട്. ഒരാളിപ്പോ കാളവണ്ടിന്റെ ഉള്ളിൽ കയറി മരിച്ചാൽ അതൊരു ബോറല്ലേ? അത് വിമാനത്തിൽ നിന്നൊക്കെ മരിക്കുകയാണെങ്കിൽ അതൊരു പേര് കേട്ട മരണം എന്നാ പറയാറില്ലേ?
2 കുട്ടികൾ, ചെറിയ കുട്ടികൾ വന്നിട്ടാണ് ആരെ അബൂജഹലിനെ ബദർ യുദ്ധത്തിൽ വെട്ടിക്കൊന്നതെന്നാണ്. വളരെ മോശമായ അന്ത്യം. ഇനി നിങ്ങൾ നോക്ക്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് അസ്വാരിമുൽ മസ്ലൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന ആൾക്കാർക്കെതിരെ ഇറക്കിയൊരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയാം, വഖദ് കതബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ കിസ്റ വ ഖൈസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തെഴുതി. ആർക്കൊക്കെ? കിസ്റ ചക്രവർത്തിക്കും ഖൈസർ ചക്രവർത്തിക്കും കത്തെഴുതി. വകിലാഹുമാലം യുസ്ലിം, രണ്ടാളും മുസ്ലിമായിട്ടില്ല. കിസ്റ ചക്രവർത്തി മുസ്ലിമായിട്ടില്ല, ഖൈസറും മുസ്ലിമായിട്ടില്ല. എന്നാലും കത്തെഴുതി. എന്നിട്ട് പിന്നെ പറയാം, ലാകിന്ന ഖൈസർ അക്രമ കിതാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഖൈസർ ചക്രവർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിതാബിനെ ആദരിച്ചു. നിങ്ങൾ കേട്ടില്ല, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ റോമയിൽ പോയി അവിടെ ഹിർക്കൽ ചക്രവർത്തിയുമായി സംസാരിച്ച കാര്യമൊക്കെ റസൂലിന്റെ കത്തിനെ വളരെയേറെ ആദരിച്ചു. വക്രമ റസൂല്, അതുപോലെ റസൂൽ അയച്ച ദൂതനെയും ആദരിച്ചു. അതുകൊണ്ട് ഫസബത്ത മുൽക്കു, അയാളുടെ ആധിപത്യം നിലനിന്നു. ഇനി അടുത്തത് പറയുന്നു ഈ കൂടി. ഫയുഖാൽ, ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നൽ മുൽക്ക ബാഖിൻ ഫീ ദുരിയത്തി ഇലൽ യൗം, അയാളുടെ ആധിപത്യം ഇന്നും അയാളുടെ സന്തതികളിൽ നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാവ കിസ്റ മസ്സഖ ഖിതാബ റസൂലില്ല, എന്നാ പേർഷ്യൻ രാജാവായ കിസ്റ ചക്രവർത്തി അവർക്കും റസൂൽ തിരുമേനി കത്തെഴുതിയിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു നിന്ദ്യനായ അടിമ നമ്മൾക്ക് കത്തെഴുതുകയോ എന്നൊക്കെ പറഞ്ഞ് ആ കത്ത് പിച്ച് ചീന്തി കളഞ്ഞു എന്നാണ്. അപ്പൊ റസൂലിന്റെ കത്തിനെ അനാദരിച്ചു. റസൂലിനെ എന്ത് ചെയ്തു? വളരെ മോശമായിട്ട് പരിഹസിച്ചു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. ആ നേരം റസൂലിന്റെ ഒരു പ്രാർത്ഥന, മസ്സഖല്ലാഹു മുൽക്കഹു, അവന്റെ ആധിപത്യവും അല്ല തകർത്തെറിയട്ടെ, പിച്ച് ചീന്തട്ടെ. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ അയാളുടെ കൊട്ടാരത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് തന്നെ ആഭ്യന്തര പ്രശ്നമുണ്ടാവുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്താണെന്നറിയങ്ങൾ, വലം യബ്ഖലിൽ അക്കാസിറ മുൽക്കുൻ, അതിനുശേഷം പിന്നെ കിസ്റ ചക്രവർത്തിമാർക്ക് ആധിപത്യം നിലനിന്നിട്ടേയില്ല. വഹാദാ വല്ലാഹു ആലം, ഇതെന്തുകൊണ്ടായിരിക്കാം? അല്ലാഹു ആലം. തഹഖീഖുൽ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിന്റെ യാഥാർത്ഥ്യവൽക്കരണമായിരിക്കാം. എന്താണ്? ഇന്ന ശാനിയക ഹുവൽ അബ്തർ, പ്രവാചകരെ താങ്കളെ നിസ്സാരമാക്കുന്നവർ, താങ്കളെ പരിഹസിക്കുന്നവർ അവർ തന്നെയാണ് വാലറ്റവർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യമായിരിക്കാം. അപ്പൊ റോമ സാമ്രാജ്യം ഇപ്പൊ ഇന്നുണ്ടല്ലോ, റോമ സാമ്രാജ്യം ഇന്നുണ്ട്. എന്നാൽ അതോടുകൂടി പേർഷ്യൻ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായി പിന്നെ ഖിയാമത്ത് നാൾ വരെ അത് നമ്മൾ കേൾക്കുന്നേയില്ല എന്നാണ്. എന്താണിത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്തിനെ ആദരിക്കുകയും റസൂൽ പറഞ്ഞയച്ച ദൂതനെ ബഹുമാനിക്കുകയും ചെയ്തു. ആര്? റോമ ചക്രവർത്തി, ഹിർക്കൽ ചക്രവർത്തി, അല്ലെങ്കിൽ കൈസർ രാജാവ്. എന്നാ പേർഷ്യക്കാരോ? അപ്പൊ അതുകൊണ്ട് ഹദീസുകൾക്കെതിരെ ശബ്ദിക്കുന്നവർ വളരെയേറെ ശ്രദ്ധിക്കണം. വളരെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ ശേഷം പറഞ്ഞൊരു വാചകം കൂടി ഞാൻ കേൾപ്പിക്കുക. വമിനൽ കലാമി സായിർ, ജനങ്ങൾക്കിടയിൽ വ്യാപകമായ ഒരു വാചകമുണ്ട്. എന്താണത്? ലുഹൂമുൽ ഉലമാ മസ്മൂമ, ഉലമാക്കളുടെ പിന്നെ മാംസം വിഷം കലർന്നതാണ് എന്നാണ്. ശരിക്കുള്ള ഉലമാക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ നമ്മൾ ഗീബത്ത് പറയരുത്. ഏത് മൻഹജ് സലഫൊക്കെ ആയിട്ട് പോകുന്ന, ഖുർആനോടും സുന്നത്തിനോടും നീതി പുലർത്തുന്ന, സഹാബികളെ ജീവിതം പകർത്തണം എന്ന് പറയുന്ന ഉലമാക്കളുണ്ടല്ലോ, അവരെ കുറ്റം പറഞ്ഞാൽ അപകടമാണ്. അവരുടെ മാംസം വിഷമുള്ളതെന്ന് പറഞ്ഞാൽ അത് അപകടമാണ്, നമുക്ക് അപകടം ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയാം, കൈഫ ബിലുഹൂമിൽ അംബിയ, അപ്പൊ നബിമാരുടെ പിന്നെ ശരീരം, അവരുടെ മാംസം എങ്ങനെയിരിക്കും? ഇതിപ്പോ റസൂലിനെയാണ് കളിയാക്കുന്നത്. അപ്പൊ എങ്ങനെയിരിക്കും എന്നാണ് പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്. ഇനി സുന്നത്തിനെ സ്നേഹിച്ചവരോ, അവർക്ക് എന്നും ദിക്റുകൾ, അവരുടെ പ്രസിദ്ധി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാല അലി ഇബ്നുൽ മദീനി, ഇമാം അലി ഇബ്നുൽ മദീനി പറയാണ്, ഇന്നല്ലാഹ് അയ്യദ ഹാദദ്ദീന, ഈ ദീനിനെ അല്ലാഹ് ശക്തി കൊടുത്തിട്ടുണ്ട്. ഈ ദീനിന് ഈ മതത്തിന് അല്ലാഹ് ശക്തി കൊടുത്തിട്ടുണ്ട്. ബിറജുലൈനി, 2 മനുഷ്യരെ കൊണ്ട്, 2 ആൾക്കാരെ കൊണ്ട് ശക്തി. ഒന്ന് ബി അബീബക്കർ സിദ്ദീഖ്, ഒന്ന് അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടാണ് ശക്തി കൊടുത്തത്.
എന്ന് യൗമരിദ്ദ ജനങ്ങൾ മുർത്തദ്ദായി പോയ ദിവസം എന്താ സക്കാത്ത് കൊടുക്കൂല എന്ന് അവര് പറഞ്ഞു. റസൂലിന്റെ കാലത്ത് ഞങ്ങൾ സക്കാത്ത് കൊടുത്തല്ലോ, ഇനി ഞങ്ങൾ കൊടുക്കൂല. അപ്പൊ ഒരു വിഷയം അവരെന്താ തള്ളുകയാണ്. ചിലരൊക്കെ പറഞ്ഞു എന്തിനാ യുദ്ധം ചെയ്യേണ്ട പ്രശ്നമൊന്നുമില്ല, അവരോട് യുദ്ധം ചെയ്യാൻ മാത്രമൊന്നുമില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു റസൂലിന്റെ കാലത്ത് റസൂൽ തിരുമേനിക്ക് സക്കാത്തിന്റെ വീതത്തിൽ നിന്നൊരു ഒട്ടകക്കുട്ടി അല്ലെങ്കിൽ ഒട്ടകത്തെ കെട്ടുന്ന കയറ് കൊടുത്തിരുന്നുവെങ്കിൽ എനിക്കത് അവർ തരുന്നില്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി അവരോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. ലോകത്ത് നബിമാര് കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖാണ്. എന്താണ് അബൂബക്കർ സിദ്ദീഖിന്റെ പ്രത്യേകത? പിന്നെ ഉമർ ഖത്താബാണ്. ഒരു സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? സ്വഹീഹ് ബുഖാരിയുള്ള ഒരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓരോന്നും വിശദീകരിക്കാൻ സൂചനകൾ ഇങ്ങനെ നൽകുന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പുള്ള ആളിങ്ങനെ നടന്നു പോകുമ്പം ബൈനമ റജുൽ യസൂഖു ബഖറ, ഒരാൾ ഒരു പശുവിനെ തെളിച്ചു കൊണ്ടുപോവുകയാണ്. പശുവിനെ തെളിച്ചു കൊണ്ടുപോവുക. ആ സമയം അയാൾക്ക് തോന്നി പശുവിന്റെ മേലെ ഒന്ന് കയറിയിരിക്കണം എന്ന്. അയാൾ നടപ്പാക്കി. തോന്നുക മാത്രമല്ല, അയാൾ നടപ്പിലാക്കി. പശുവിന്റെ മേലെ കയറിയിരുന്നു. ആ നേരം പശു അയാളിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാലം നുഖ്ലഖിലിഹാദ, ഞങ്ങൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല. വൈന്നമാ ഖുലിഖിനാ ലിൽ ഹർസ്, ഞങ്ങൾ കൃഷിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതവരുടെ പ്രധാന ഒരു കാര്യം പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്, അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലം, റസൂലെ എന്താണ് ഈ പറയുന്നത്? പശു സംസാരിക്കുകയോ? അവരത്ഭുതപ്പെട്ടു. ആ അത്ഭുതപ്പെടൽ തന്നെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? ഇന്നി ഊമിനു ബിഹാദ, ഇതിൽ ഞാൻ വിശ്വസിക്കും. പിന്നെ ഇന്നി ഊമിനു ബിഹാദ അന വ അബൂബക്കർ വ ഉമർ വമാഹുമാ സമ്മ, ഞാൻ ഇതിൽ വിശ്വസിക്കും. അതുപോലെ അബൂബക്കർ സിദ്ദീഖും വിശ്വസിക്കും, ഉമർ ഖത്താബും വിശ്വസിക്കും. അത് റിപ്പോർട്ട് ചെയ്ത ആള് പറയണം, അവിടെ നേരെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നില്ല, ഉമർ ഖത്താബും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ, റസൂലിന്റെ വായിൽ നിന്ന് എന്ത് കേട്ടോ അത് അപ്പടി അത്ഭുതപ്പെടാതെ ആ നേരം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവർ. നമുക്കങ്ങനെ കഴിയോ? എന്താണ് റസൂല് പറഞ്ഞത്? ഉടനെ അത്ഭുതപ്പെടേണ്ട, ഉടനെ തന്നെ അങ്ങോട്ട് വിശ്വസിക്കുക. ഇതായിരുന്നു അബൂബക്കർ സിദ്ദീഖിന്റെ ഉമർ ഖത്താബിന്റെ ഒക്കെ സ്വഭാവം. റസൂല് പറയുന്നത് ഞാനും വിശ്വസിക്കും. കാരണം റസൂലിനും അത്ഭുതമുള്ള വിഷയമാണിത്. പക്ഷെ വഹയി കിട്ടിയ അംഗീകരിക്കണ്ടേ? അതുപോലെ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, അതൊക്കെ അതുകൊണ്ടാണ് എന്താണ് അബൂബക്കർ സിദ്ദീഖിന് സിദ്ദീഖ് എന്നുള്ള പേര്. ഇസ്രാ മിറാജ് കേട്ട അപ്പൊ തന്നെയാണ് വിശ്വസിച്ചു എന്നാ. ഒരു അത്ഭുതമില്ല. റസൂല് പറഞ്ഞ സത്യം അങ്ങനെയാ വേണ്ടത്. പിൽക്കാലത്ത് ഇതൊക്കെ മാറി, മനസ്സിലായോ? അതുകൊണ്ട് ഇവരുടെ സ്ഥാനം ഇതുപോലെ. വബി അഹമ്മദ് ബിൻ ഹംബൽ, അലി ബിൻ മദീനി പറയാണ്, രണ്ട് വ്യക്തികളെ കൊണ്ട് അള്ളാഹു ഇസ്ലാമിന് ശക്തി നൽകിയിട്ടുണ്ട്. ഒന്ന് അബൂബക്കർ സിദ്ദീഖാണ്, മറ്റൊന്നാരാണ്? മറ്റൊന്ന് അഹമ്മദ് ബിൻ ഹംബലാണ്. അതെന്താ? യൗമൽ മിഹിന, പരീക്ഷയുടെ കാലഘട്ടത്തിലാണ്. ഇന്ന് അഹമ്മദ് ബിൻ ഹംബൽ എന്തൊരു സ്ഥാനമുണ്ട്. അദ്ദേഹം എന്താണ് ഇസ്ലാമിന്റെ ആദർശത്തിൽ ഒതുങ്ങി നിന്നു. ആ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം എന്താ, അള്ളാന്റെ സിഫത്തുകളൊക്കെ പറയുന്ന പിന്നെ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അള്ളാഹുവിന്റെ പിന്നെ ഖുർആനെ പറ്റി അള്ളാന്റെ കലാമാണോ അതല്ല അള്ളാന്റെ സൃഷ്ടിയാണോ എന്നൊക്കെയുള്ള തർക്കമുണ്ടായിരുന്നല്ലോ. ഭരണാധികാരികൾ എന്തു ചെയ്തു? അഹ്ലുസുന്നത്തിനെ മർദ്ദിച്ചൊരു കാലഘട്ടമായിരുന്നു ഭരണാധികാരികൾ. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? ഭരണാധികാരികളെ സ്വാധീനിച്ചിട്ട് അഹ്ലുസുന്നത്തിനെ മർദ്ദിക്കാൻ തുടങ്ങി. ഇന്നും ചില ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ ഇത് വലിയ വിഷയമൊന്നുമല്ല, വലിയ കാര്യത്തിൽ ചില ആൾക്കാർ അതിനിപ്പോ ഒരു പണിയില്ല. ഇത് ഭരണാധികാരികളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമ്പോ അങ്ങനെ ഉഷാറായി പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ദുനിയാവ വേണ്ട. സത്യം വേറൊരു ഭാഗത്താണെങ്കിൽ അവരെന്ത് ചെയ്യും? ഭരണാധികാരികളെ സ്വാധീനിച്ചിട്ട് അതുകൊണ്ട് കിട്ടുന്ന തണലുകളും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് അഹ്ലുസുന്നത്തിനെ മർദ്ദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ അഹമ്മദ് ബിൻ ഹംബലിനെയും അഹ്ലുസുന്നത്തിലെ പണ്ഡിതന്മാരെയും അതുപോലെ അഹ്ലുസുന്നയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും മർദ്ദിക്കാൻ പിന്നെ അന്നത്തെ ഭരണാധികാരികളെ സ്വാധീനിച്ചിട്ട് ഇബ്നു അബീ ദുആദ് ഫത്വ കൊടുക്കും അഹ്ലുസുന്നത്തിനെയൊക്കെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട്. ഇബ്നു അബീ ദുആദ്, ഇയാളുടെ അന്ത്യം വളരെ മോശമാണ്. ഇയാളുടെ അന്ത്യം വളരെ അവസാന കാലത്ത് ഇയാൾക്ക് വലിയ രോഗം വന്നു. അയാളുടെ കൈകാലുകൾ ചലിക്കാതെയായി. പിന്നെ അയാള് ഭരണാധികാരികളെ സ്വാധീനിച്ച് അവിഹിതമായി ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചിരുന്നു, അത് മുഴുവനും കണ്ടുകെട്ടി. ഇയാളുടെ മകനും ഒരുപാട് സ്വത്ത് ശേഖരിച്ചിരുന്നു, അത് മുഴുവനും കണ്ടുകെട്ടി. വളരെ മോശമായ അന്ത്യം. എന്നാൽ അയാൾ മർദ്ദിച്ച അഹ്മദ് ബിൻ ഹംബലോ ഇന്നും ഇമാം അഹ്ലുസുന്ന വൽ ജമാ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാം എന്ന നിലക്ക് ലോകത്തറിയപ്പെടുന്ന ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ
അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകണമെങ്കിൽ അന്ത്യദൂതന്റെ ഹദീസിനെ നന്നായി ഇഷ്ടപ്പെടുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അതിനെ എതിർക്കുന്നവർക്കെതിരെ നിലകൊള്ളുകയും അത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ബാധ്യത. ഇന്നിപ്പോ ഹദീസുകളുടെ നേരെയുള്ള സമീപനം വളരെ മോശമാണ്. അത് പലർക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ മുജാഹിദുകൾ എന്ന നിലക്ക് അറിയുന്നവർ പോലും പലരും ഹദീസിന്റെ വിഷയത്തിൽ വളരെ മോശമായ സമീപനം സ്വീകരിക്കുന്നവരാണ്. ആ കൂട്ടത്തിൽ നേതാക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ. നേതാക്കന്മാരൊക്കെ മോശമായ. നിങ്ങൾ നേതാക്കന്മാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവർക്കൊക്കെ ലൈന് തെറ്റിയാൽ പിന്നെ അതിന്റെ ഒരു കഷ്ടപ്പാട് പറയണ്ട. സാധാരണക്കാർ ലൈനെറ്റുന്ന മാതിരിയല്ല. നേതാക്കൾ അവർക്ക് ഹദീസുകളോട് അലർജി ഉണ്ടെങ്കിൽ ആ തകരാറിലേക്ക് മറ്റുള്ളവരെ നയിക്കും അവര്. എന്നിട്ട് മറ്റുള്ളവർ അത് കേൾക്കുന്നില്ല, അവരെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ പലതും സംഭവിക്കാം. അതുകൊണ്ട് അവരുടെ ലൈന് ശരിയാവണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഞാനൊരു നേതാവിന്റെ അടുത്ത് പോയപ്പോ, ഒരു വലിയ നേതാവ്, അപ്പൊ അസുഖം കാണാൻ വേണ്ടി പോയതാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പലതും സംസാരിച്ചു. ആ കൂട്ടത്തില് ഇന്നുള്ള റുഖിയ ശറയ്യൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അല്ല സാർ, ഈ റുഖിയ ശറയ്യ അത് പിശാചുബാധയാണ്. ഏതാണെങ്കിലും അതിനൊക്കെ റുഖിയ ശറയ്യ ഉണ്ടല്ലോ. അത് കേരളത്തിൽ നമുക്ക് മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാംഗ്ലൂരുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്, അഹ്ലെ ഹദീസിനുണ്ട്. ഏത് റുഖിയ ശറയ്യ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. പിശാച് ബാധിച്ചാലേ വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളും ദുആകളൊക്കെ നടത്തിയിട്ട് ശൈത്താനെ പുറത്താക്കുക. അതിനാണല്ലോ റുഖിയ ശറയ്യ എന്നൊന്ന് പറയാം. അല്ലാത്തതുകൊണ്ട് അപ്പൊ ഇത് നമ്മുടെ നാട്ടിൽ മാത്രം ഇല്ലാത്തതുള്ളൂ. നമുക്ക് മാത്രം ഇത് അന്ധവിശ്വാസം. ലോകത്ത് സലഫികൾക്കിടയിൽ മുഴുവനുണ്ട്. വിദേശത്തൊക്കെ ഉണ്ട്, സൗദിയിലുണ്ട്, ജിദ്ദയിലുണ്ട്, പല സ്ഥലത്തുണ്ട്. എന്താ നമുക്ക് മാത്രം? ഇതൊക്കെ പറഞ്ഞു. പിന്നെ റസൂൽ ഇത് ചെയ്തല്ലോ, സഹാബികൾ ചെയ്തല്ലോ, അതിനുശേഷം ഇബ്നു തൈമിയ്യ ചെയ്തല്ലോ, ഇബ്നുൽ ഖയ്യിം, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അവസാനം എന്നോട് പറഞ്ഞു, ഇയ്യു ഇതിന്റെ ആളല്ലേ, എന്നെ പറ്റിയുള്ള മതിപ്പൊക്കെ പോയി അറിഞ്ഞോട്. ഇതാ മറുപടി. ഞാൻ പേരൊന്നും പറയില്ല. പിന്നെ ചില ആൾക്കാർ ഭൂമി കുലുക്കം ഉണ്ടാക്കും. ആളെ പേരൊന്നും പറയില്ല. അതൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ പിന്നെ പറയാം. ആ കൂട്ടത്തിൽ അപ്പൊ മതിപ്പ് ആരെപ്പറ്റി പോയതൊന്നും ഞാൻ പിന്നെ അവിടെ പറഞ്ഞില്ല. പിന്നെ അതും വലിയ പ്രശ്നമാവും. അതിനെപ്പറ്റി അങ്ങട്ടാ പറഞ്ഞത്. അപ്പൊ ഇതെന്താ ഇതിന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്കി. ഒരു ഭാഗം ഹദീസുകൾ അങ്ങോട്ട് സൈഡാക്കിയതാണ്. മാത്രമല്ല അത് സ്വീകരിക്കുന്നവരെ പറ്റി മതിപ്പന്നെ പോവുകയാണ്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അവിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ പല്ലിയുടെ ഹദീസും രംഗത്ത് വന്നു. പല്ലിയുടെ ഹദീസ്, പല്ലിനെ കൊല്ലാൻ റസൂല് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അത് റസൂല് പറയുമോന്ന് ചോദിച്ചു എന്നോട്. ഇതിപ്പോ മടൂർ വിഭാഗത്തിലെ നേതാവ് അല്ലട്ടോ. അത് റസൂല് പറയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, റസൂല് പറഞ്ഞു ബുഖാരി മുസ്ലിം ഒക്കെ ഉള്ളതല്ലേ, അത് റസൂല് പറയില്ല, അത്രേ, ഒരിക്കലും പറയില്ല എന്നാണ്. അപ്പൊ ഇതൊക്കെ തള്ളുകയാണ് ആൾക്കാർ. ഇവിടൊക്കെ നമ്മള് മുൻപുള്ള ലൈന് നോക്കണം. ഞങ്ങൾ കേട്ടോളൂ. ഈ ഹദീസിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചതുകൊണ്ട് പറയണേ, പല്ലിയെ കൊല്ലുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്. അത് റസൂല് പറഞ്ഞത് തന്നെ, പിന്നെ വേറെ ചിന്തിക്കാൻ പറ്റില്ല. സഹീഹ് മുസ്ലിമിൽ ബുഖാരി അത് റിപ്പോർട്ട് ചെയ്തു. അതോടുകൂടി തീരണം പ്രശ്നം. ബുഖാരി ഒന്നിലധികം സ്ഥലങ്ങളിൽ പല്ലിയെ കൊല്ലണം എന്ന് റസൂല് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തു. സഹീഹ് മുസ്ലിമിലെ ഹെഡിങ് ഇസ്തിഹ്ബാബ് ഖത്ലിൽ വസ, പല്ലിയെ കൊല്ലൽ സുന്നത്താകുന്നു. ഇത് സഹീഹ് മുസ്ലിമിലെ ഹെഡിങ്. അതുപോലെ സുനനുൻ നസായി ഖത്ലുൽ വസ, പല്ലിയെ കൊല്ലണം എന്ന് പറയുന്ന അധ്യായം. സുനൻ അബീ ദാവൂദ് ഫി ഖത്ലിൽ ഔസാ, പല്ലികളെ കൊല്ലണം എന്ന് പറയുന്ന അധ്യായം. എന്നിട്ട് ഹദീസ് കൊടുക്കട്ടെ, ഹദീസൊന്നും വായിക്കാൻ സമയമില്ല. ഇമാം തിർമിദി മാ ജാ ഫി ഖത്ലിൽ വസ, പല്ലിയെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസുകൾ. ഇബ്നു ബാജ ബാബ് ഖത്ലിൽ വസ, പല്ലിയെ കൊല്ലണം എന്ന് പറയുന്ന അധ്യായം. സുനനു ദാരിമി ഫി ഖത്ലിൽ വസ, ഇതേ അധ്യായം. ഇമാം അഹമ്മദിന്റെ മുസ്നദിൽ 8 സ്ഥലത്ത് പല്ലിയെ കൊല്ലണം എന്ന് പറയുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബസ്സാറിന്റെ മുസ്നദ്, അതുപോലെ മുസ്നദ് സഈദ്, മുസ്നദ് ഇബ്നുൽ ജാദ്, മുസ്നദ് ഇസ്ഹാഖ് ഇബ്നു റാഹൂയ, മുസന്നഫ് ഇബ്നു അബീ ഷൈബ. അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് ഫിൽ മുഹരിം യഖ്തുൽ വസ, മുഹരിം തന്നെ, മുഹരിമിന് ചിലത് പാടില്ലല്ലോ, എന്നാൽ പല്ലിനെ കൊല്ലാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഇബ്നു ഹിബ്ബാൻ ദിക്റുൽ ഇല്ല അല്ലത്തി മിൻ അജ്ലിഹാ
ഉമിറ ബി ഖത്ലിൽ വസ്, എന്തുകൊണ്ട് പല്ലിയെ കൊല്ലണം, അതിന്റെ കാരണം പറയുന്ന അധ്യായം. അതുപോലെ മുസന്നഫ് അബ്ദുർ റസാഖ് മാ യഖ്തുലു ഫിൽ ഹറം, ഹറമിൽ കൊല്ലപ്പെടേണ്ടത്, അതിലും പല്ലിയെ പറഞ്ഞുകൊണ്ടുള്ളത്. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മൗജമുൽ കബീറിലും അതുപോലെ തബറാനിയുടെ മൗജമുൽ സഗീറിലും ഒക്കെ ഈ ഹദീസ്. അതുപോലെ മുസ്നദ് അബ്ദുബിൻ ഹുമൈദ്, മുസ്നദ് ഇബ്നുൽ ജാദ്, അതുപോലെ തർഗീബ് വ തർഹീബ്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുഴുവനും ഇതുണ്ട്. മനസ്സിലായോ? ഇനി തഫ്സീറായ തഫ്സീറുകളൊക്കെ എടുത്തു നോക്കിക്കോ. ഇമാം ഇബ്നു ജരീർ തൊബരി, ഇബ്നു കസീർ, ഇമാം ഖുർത്തുബി, അങ്ങനെ തുടങ്ങിയ സലഫി തഫ്സീറുകൾ, ഈ തഫ്സീറുകളെല്ലാം നിങ്ങൾ എടുത്തു നോക്കി. ഇമാം ബഗവിയുടെ തഫ്സീർ, അദ്വാൽ ബയാൻ, സുയൂത്തിയുടെ ദുർറുൽ മൻസൂർ, ഇങ്ങനെയുള്ള തഫ്സീറുകളൊക്കെ എടുത്തു നോക്കിക്കോ. അതിലെല്ലാം പല്ലിയെ റസൂൽ കൊല്ലണം എന്ന് പറഞ്ഞ ഹദീസ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് ഇതിനെ പരിഹസിക്കാണ്. 14 നൂറ്റാണ്ട് അല്ലെങ്കിൽ 13 നൂറ്റാണ്ട് കഴിഞ്ഞ് മുസ്ലിം ലോകം ഒന്നടങ്കം ആചരിച്ചു പോരാണ്. ഈ വിഷയത്തിൽ സലഫിന്റെ നിലപാടെന്താ? എന്നാ പിൽക്കാലത്ത് ബിദഈ കക്ഷികളെ രംഗത്ത് വന്നു. അവരെന്തായ ഹദീസുകളെ തരംതിരിക്കാൻ തുടങ്ങി. എങ്ങനെ? ഇതിന്റെ ബുദ്ധിക്ക് യോജിക്കും, മറ്റേ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞ് തരംതിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അവരുടെ മന്ദബുദ്ധി എന്ന് പറഞ്ഞ ചോദ്യം ഇങ്ങനെ ചോദിക്കും. എന്താ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തീയിൽ ഊതിയതിന് പിൽക്കാലത്തുള്ള പല്ലിനൊക്കെ എന്തിനാ കൊല്ലണത്? ഭയങ്കര ബുദ്ധിയാണ്, ബുദ്ധി ഉപയോഗിക്കുകയാണ്. ആരാ അവരോട് ഇങ്ങനെ ബുദ്ധി ഉപയോഗിക്കാൻ പറഞ്ഞ് പ്രമാണത്തിനെതിരെ? അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ശുദ്ധ ഖുർആനും ഹദീസുകാരായത്ത് ഈ ആയത്തിനെ പറ്റി ബുദ്ധി ഉപയോഗിച്ചത് ശരിയില്ല, നീ ആയത്ത് തള്ളല, നമ്മുടെ ബുദ്ധി അതിക്ക് എത്തൂലെന്ന്. അപ്പൊ ഏതായാലും ഇമാം പിന്നെന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തീയിൽ ഊതി എന്ന കാരണം മാത്രമല്ല അതിനെ കൊല്ലാൻ പറഞ്ഞത്. ഇന്നഹു ഫുവൈസ്, അതൊരു അധർമ്മകാരിയാണ്, കൊച്ചു അധർമ്മകാരി. അതിന്റെ വിഷം, അതിന്റെ കാഷ്ടം, അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. മനസ്സിലായോ? അതൊക്കെ ഒന്ന് ശാസ്ത്രീയമായിട്ട് ആൾക്കാർ പഠിക്കുന്നുമുണ്ട്. ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞാൽ ചില ആൾക്കാർ അംഗീകരിക്കും. അങ്ങനെ അംഗീകരിച്ചൊരു കാര്യമില്ല. ഇവരൊക്കെ ഇപ്പോൾ തെളിഞ്ഞിട്ട് അംഗീകരിച്ച് 14 നൂറ്റാണ്ടുള്ളവർക്കൊന്നും തെളിയണ്ട. ഇപ്പൊ ജീവിക്കുന്ന ആൾക്കാർക്ക് ശാസ്ത്രീയമായിട്ടും കൂടി തെളിയണം. മനസ്സിലായോ? അങ്ങനെ ഹദീസുകൾക്ക് നേരെ എന്തൊരു പരിഹാസം! ആരാണ് ഈ കളിയാക്കുന്നത്? ഇമാം ബുഖാരിയെ, ഇമാം മുസ്ലിമിനെ, അങ്ങനെ ലോകം ഇന്ന് വരെ ആചരിച്ചു പോന്ന ആദർശത്തെ. അവസാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കളിയാക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? ഈ പരിഹാസം, ഇത് നമ്മൾ അതിനെതിരെ രംഗത്ത് വരണം. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ബുക്കില്ലേ, നമ്മൾ പേടിക്കേണ്ട വിഷയമാണ്. ഒരാൾ കാഫറാണ് വിഷയമാണ്. ഒന്ന് റസൂലിന്റെ ഹദീസിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ കളിയാക്കുക എന്നാ കാഫറായിന്നാ. ഏതെങ്കിലും ഒന്നിനെ കളിയാക്കിയാൽ നവാഖിലുൽ ഇസ്ലാം എന്ന് പഠിച്ചാൽ മതി. അതുപോലെ വലിയ മുനാഫിക്കിന്റെ ലക്ഷണം എന്താണെന്നറിയോ? 6 ലക്ഷണമുണ്ട്. നമുക്ക് കാലാകാലം നരകത്ത് പോണ മുനാഫിക്കിന്റെ ലക്ഷണം അദ്ദേഹം പറയാം. അതിലൊന്ന് തക്ദീബ് ബാളിമാ ജാബിർ റസൂൽ, റസൂൽ കൊണ്ടുവന്നത് ചിലതിനെ കളവാക്കുക. ബോലു ബാളിമാ ജാബിർ റസൂൽ, റസൂൽ കൊണ്ടുവന്നതിന് ചിലതിനെ വെറുക്കുക. മുഴുവനും ഇഷ്ടപ്പെടണം. അവന്റെ പേരാണ് അഹ്ലുൽ ഹദീസ്, അവന്റെ പേരാണ് ശരിക്കുള്ള മൂമിൻ എന്നറിയണം. അത് നല്ലോ ശ്രദ്ധിക്കണം. ഇനി ഞാൻ വേറൊരു ഹദീസ്, ഇനി വേറൊരു നേതാവ് കേട്ടോ, അബ്ദുസലാം സുല്ലമിനെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ. മൂപ്പര് പറയണ എന്താ നിങ്ങള്? സിഹിർ ബാധിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ മുശിരിക്കായിരുന്നു. എത്ര എളുപ്പത്തിലാ മുശിരിക്കാക്കണത്. സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ മുശിരിക്കായി. ചില റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്, ചില ആൾക്കാർ ശ്രദ്ധിക്കാതെ പറയും. ആ വാക്ക് തന്നെ അവൻ നരകത്തിന്റെ അടിയിലെത്തുന്ന പറഞ്ഞു. അല്ലേ? ഈ വാചകത്തിന്റെ അപകടം എന്താ? ഇതുവഴി ലോകത്ത് മുശ്രിക്കാകുന്ന ആൾക്കാർ ആരൊക്കെയാ? ഇമാം ബുഖാരി മുശ്രിക്കായി, ഇമാം മുസ്ലിം മുശ്രിക്കായി, ഇവരെ കണക്കില്. കാരണം ലോകത്ത് ഇത്ര ഹദീസ് പണ്ഡിതന്മാരുണ്ട്, അവരെല്ലാം റിപ്പോർട്ട് ചെയ്തു സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അത് ഫലിക്കും, അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചവർ മുശ്രിക്കായി എന്ന് പറഞ്ഞ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, ഇവരല്ലാത്തവർ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം മുതൽ ഇതുവരെയുള്ളവരൊക്കെ മുശ്രിക്കുകളായി എന്ന് പറയാൻ ഒരു പ്രയാസമില്ല. ഇപ്പം മുശ്രിക്കാക്കണ കാലം ചില ആൾക്കാർ നടന്ന് മീറ്റിംഗ് നടത്തും. എന്താ, അവിടെ ഒരു മീറ്റിംഗ് വെക്കും, അവിടെ കുറെ ആൾക്കാർ വന്നിട്ട് ഇന്നാൾ എല്ലാവരും മുശ്രിക്കാണെന്ന് അറിയും. മറ്റൊടുത്ത് പോയി അവിടെ എല്ലാവരും മുശ്രിക്ക്. അവര് മാത്രം 2-3 ആൾക്കാരല്ലാത്തവരൊക്കെ മുശ്രിക്കാണ്. അത്രയും അത്ര അപകടം പിടിച്ച വാക്കുകളാണ് ഇതൊക്കെ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ബാധിച്ചു എന്ന് പറയുന്നത് ഇവരംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. വാസ്തവത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ വലിച്ചതിനെ പറ്റി പിന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, അതൊരു രോഗം. സാധാരണ റസൂലിന് പനി പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തുനിന്ന് വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഉഹുദ് യുദ്ധത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരോകവചത്തിന്റെ കണ്ണി വിലങ്ങനെ തറച്ചിട്ട് ഒരു കവിളിലൂടെ തറച്ചു പോയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത് എന്തറിയോ? ഇന്ന അശദ്ദന്നാസി ബലാനൽ അംബിയ, ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർ അമ്പിയാക്കളായിരിക്കും. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നെ ഏറ്റവും നല്ലവർ, പിന്നെ ഏറ്റവും നല്ലവർ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് കൂലി കിട്ടും. ഇതുപോലൊരു രോഗം എന്ന നിലക്ക് കണ്ടാൽ മതി സിഹിർ ബാധിച്ചതും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യൂല, അംഗീകരിക്കൂല. എന്നിട്ട് ഇപ്പൊ ഇവരുടെ ഈ ഹദീസ് നിഷേധികരുടെ തനി നിറം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്കൊരു ശബ്ദം കേൾപ്പിച്ചു തരാൻ പോവാണ്. ഈ ഹദീസിനെതിരെ ഒരു ശ്രദ്ധിക്കണം, ആ സംസാരം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒരു 9 കാരണം പറഞ്ഞിട്ട് ആ ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല. റസൂലിന് സിഹിർ ബാധിച്ചു എന്നത് മുഹദ്ദിസുകൾ മുഴുവനും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇവര് പറയുന്നു, ഇപ്പൊ കുറച്ച് കുട്ടികൾ വന്നിട്ട് പറയുന്നു അത് ഖുർആനെതിരാണ്, അത് അങ്ങനെ പ്രശ്നമുണ്ട്, ഇതിങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാതെ അയാളൊക്കെപ്പാട് 2-3 മിനിറ്റ് കൊണ്ട് ഒരു 9 കാരണം ഞങ്ങള് അത് സ്വീകരിക്കാതിരിക്കാനുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് റെഡിയല്ലേ? അത് നിങ്ങൾ ഒന്ന് കേട്ടോളി. എന്നിട്ട് ഞാൻ അതിന്റെ പൊട്ടത്തരം വിശദീകരിച്ചു തരാം. ഈ അന്ധവിശ്വാസ സമൂഹത്തിൽ കൊണ്ടുപോവുക. നബിക്ക് അന്ധവിശ്വാസമാണെന്ന് കൃത്യമായി എഴുതിയിട്ടുള്ളത്. ഇനി അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗം വേറെ വരാണ്ട് ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാം. ഈ അന്ധവിശ്വാസം അതിലും മന്ത്രം മാരണം അന്ധവിശ്വാസമാണെന്ന് കൃത്യമായി എഴുതിയിട്ടുള്ളത്. ഇനി അബ്ദുറഹ്മാൻ സലഫിന്റെ പ്രസംഗം വേറെ വരാണ്ട് ഇൻഷാ അല്ലാഹ് കേൾപ്പിക്കാം. ഈ അന്ധവിശ്വാസ സമൂഹത്തിൽ കൊണ്ടുപോവുക. നബിക്ക് സിഹിർ ഫലിച്ചോ? ബുഖാരിയിൽ ഹദീസില്ലേ, മുസ്ലിമിൽ ഹദീസില്ലേ എന്ന ചോദ്യം. ഹദീസുണ്ട്, പക്ഷെ ആ ഹദീസ് സ്വീകാര്യയോഗ്യമല്ല. ഒന്ന്, അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. 2, ആ ഹദീസ് മുഖത്തറബാണ്. ആ ഹദീസ് ആശയപരമായ ഒരുപാട് വൈകല്യങ്ങൾ, അതല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ അതിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നത്, നബിക്ക് സിഹിർ ചെയ്തിട്ടുള്ള ആ വസ്തുക്കളൊക്കെ നബി കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ കൽപ്പിച്ചു എന്നാണ്. എന്നാൽ നബി തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞതായി ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്, അത് ആ കിണറ് കുഴിച്ചു മൂടാൻ പ്രവാചകൻ കൽപ്പിച്ചു എന്നാണ്. വൈരുദ്ധ്യമുണ്ട്. അതുപോലെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മുഅത്തറബാണ് ആ ഹദീസ്. മൂന്നാമത്തെ പോരായ്മ മുദല്ലസാണ് ആ ഹദീസ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് മാത്രമാണ്. അയാൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിശാം. ഈ ഹിശാമിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ താൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിശാം. അതിനാണ് മുദല്ലസായ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രത്തിലെ ലബീദ് ഇബ്നു അർസം എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സിഹിർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ. എന്നാൽ അറബികളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ആ ഉസം എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. എന്നിട്ടല്ലേ അസമിന് ലബീദ് എന്ന് പറഞ്ഞ മകൻ ഉണ്ടാവുന്നത്. ബനൂ സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രം മദീനയിൽ ഇല്ല. മദീനയിൽ ഉണ്ടായിരുന്ന ജൂതഗോത്രം ബനൂ നളീറും ബനൂ ഖുറൈളയും ബനൂ ഖൈനുഖാവുമാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. എന്നാൽ ബനൂ സുറൈഖ് എന്ന് പറയുന്ന ഒരു ജൂതഗോത്രം ചരിത്രത്തിൽ ഇല്ല മദീനയിൽ. അത് അൻസാരികൾ
അൻസാരി ഗോത്രത്തിൽ ഒരുപാട് ജൂതന്മാരോ? എവിടെയാ ബാക്കിയുള്ള ജൂതന്മാർ? തെളിയിക്കണം പ്രവാചകന്റെ പേരിൽ കാര്യം പറയുമ്പോൾ. ഇനിയോ ലർവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കിണർ അങ്ങനെ ഒന്നില്ല ചരിത്രത്തിൽ. അത് തകർത്തുവെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവത്തിന്റെ പിന്നിൽ ഒരു കിണർ തകർത്തുവെങ്കിൽ, അത് കുഴിച്ചു മൂടിയെങ്കിൽ ചരിത്രത്തിൽ അത് അറിയപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല. അങ്ങനെ ഒരു കിണറില്ല ചരിത്രത്തിൽ. പഠിച്ചു നോക്കണം. ഇനിയോ ആ ഹദീസിന്റെ റിപ്പോർട്ടർമാർ മുഴുവൻ പരിശോധിച്ചു നോക്കുക. ബുഖാരി 7 സ്ഥലങ്ങളിൽ ഈ സംഭവം ധരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ വന്ന റിപ്പോർട്ടർമാർ മുഴുവൻ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ കൂഫക്കാരാണ്, ഷിയാക്കളോട് അടുപ്പമുള്ള ആളുകളാണ്, കൂഫയിൽ നിന്നുള്ള ആളുകളാണ്. എല്ലാ റിപ്പോർട്ടർമാരും ഒരാളൊഴികെ ഒരൊറ്റ ആള് മാത്ര ആര് മദീനക്കാരനായിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ഇവർ പറയുന്ന വാദമനുസരിച്ച് പ്രവാചകൻ അന്തല്ലാതെങ്ങനെ മാസങ്ങളോളം നടന്നു. 6 മാസം എന്നതാ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇവരുടെ തന്നെ വാദമനുസരിച്ച്. 4 മാസം, 40 ദിവസം, 4 ദിവസം, ഏതാനും ദിവസം ഉണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം 6 മാസം പ്രവാചകന്റെ ബുദ്ധിയെ ബാധിച്ചു എന്നാ പറയുന്നത്. എന്നിട്ടോ നബി പറഞ്ഞിട്ടില്ലട്ടോ തനിക്കു സിഹർ പഠിച്ചു എന്ന്. നബി പറഞ്ഞിട്ടേയില്ല. അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയിലുണ്ടല്ലോ. നബി പറഞ്ഞിട്ടില്ല. നബിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതാ. അത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് തോന്നിയതായിരിക്കും. നബി പറഞ്ഞിട്ടില്ല തനിക്ക് സിഹർ പൊലിച്ചു എന്ന്. ഇതാ വസ്തുത. എന്നിട്ടും ഈ അന്ധവിശ്വാസം കൊണ്ടെടുക്കുകയാണല്ലോ. നോക്ക് നിങ്ങൾ, പ്രമാണം പരിശുദ്ധ. പിന്നെ 9 പ്രശ്നമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഇത്ര എണ്ണി പറയാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നാ പിന്നെ ഹദീസ് വൈഫന്നായിരിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. ഈ ഹദീസ് നിഷേധികൾക്ക് ഒരു പ്രമാണവും ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലായിക്കോളി. ഈ 9 ഒന്ന് ചുരുക്കി ഞാൻ വിശദീകരിച്ചു തരാം. എന്നിട്ട് എനിക്ക് വേറെ 1-2 ഹദീസ് കൂടെ നിങ്ങൾക്ക് ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ പറയാനുണ്ട്. ഹദീസിനെ എതിർക്കുന്നവർക്ക് ഒരു ന്യായം ഉണ്ടാവില്ല. ഇതിൽ ആദ്യം പറഞ്ഞത് ഖുർആനെതിരാണ്. സൂറത്ത് ഇസ്രായിലെ 47-48 വചനങ്ങൾ, സൂറത്തുൽ ഫുർഖാനിലെ 8-9 വചനങ്ങൾ അതിനെതിരാണത്രേ റസൂലിന് സിഹർ പറ്റി എന്ന് പറയുന്ന ഹദീസ്. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഖുർആനിലുള്ളത് ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, നിങ്ങൾ പിന്തുടരുന്നത് സിഹർ ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാണ്. ഇതാണ് സൂറത്ത് ഇസ്രായിലെ ആയത്ത്. അതിനെതിരാണ് റസൂൽ സിഹർ പറ്റിയതെന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഫുർഖാനിലെ വചനം എന്താണത്? വഖാല ളാലിമൂന, അക്രമികൾ പറയുന്നു. എന്താ അക്രമികൾ പറയുന്നത്? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. അപ്പൊ ഇത് കാഫിറുകളുടെ വാദമാണ്. അതുകൊണ്ട് റസൂലിന് സിഹർ പറ്റി എന്ന് പറയുന്നത് കാഫിറുകളുടെ വാചകമാണ്, അക്രമികളുടെ വാചകമാണ്. നമ്മളത് പറഞ്ഞാൽ ഖുർആൻ അത് എതിരാകും, കാഫിറുകളുടെ വാചകത്തോട് യോജിച്ചു വരും എന്നാണ് ഇപ്പൊ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആദ്യമായി ഇതിന് മറുപടി പറയുമ്പോൾ നമ്മൾ വൈരുദ്ധ്യം കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് വൈരുദ്ധ്യം കണ്ടാൽ പോരാ. 13 നൂറ്റാണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതന്മാർ, ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെ അതുപോലെ തഫ്സീറുകളായ തഫ്സീറുകൾ മുഴുവനും, ഇവർക്ക് ആർക്കും ഈ വൈരുദ്ധ്യം മനസ്സിലായില്ലേ? നമ്മൾ മാത്രമാണ് വൈരുദ്ധ്യം കാണല. ഇവർക്ക് ഒരാൾക്കും മനസ്സിലായില്ല. ലോകത്ത് അഹ്ലു സുന്ന വൽ ജമാഅത്ത്പ്പെട്ട ഒരു പണ്ഡിതനും മനസ്സിലായില്ലേ ഇത് ഖുർആൻ എതിരാണെന്നുള്ളത്? ഇവരാണ് മനസ്സിലാക്കല. ഇപ്പോൾ ഈ മര്യാദയ്ക്കൊരു അറബി ഭാഷ പോലും വായിക്കാൻ കഴിയാത്ത ആൾക്കാർ വന്നിട്ട് അത് ഖുർആൻ എതിരാണ്, ഇത് ഖുർആൻ എതിരാന്നാണ് പറയല്. അത് ശരിയാവോ? ഇനി അതൊരു കാര്യം. ഇനി വേറൊരു വിഷയം എന്താണെന്നറിയാം. 2 നിലക്കുള്ളൊരു മറുപടി ഞാൻ പറയുന്നതിന്.
ഇത് ഖുർആനെതിരല്ല എന്നതിന് പണ്ഡിതന്മാർ വിശദീകരിച്ച കൂട്ടത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറയാണ്, ലൈസ ഹുനാക തആറുദ്, ഇവിടെ വൈരുദ്ധ്യമില്ല, ബൈന ഹദീസിർ റസൂൽ വ ബൈനൽ ആയ, ഈ ആയത്തിനിടയിലും റസൂലിന്റെ ഹദീസിനും ഇടയിൽ വൈരുദ്ധ്യം ഇല്ല. അതായത് മക്കയിലുണ്ടായിരുന്ന അക്രമികൾ, അല്ലെ റസൂലിന്റെ അക്രമികൾ പറഞ്ഞിരുന്നത് മക്കയിലുണ്ടായിരുന്ന അക്രമികളാണ് പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് ഇല്ലാ റജുലൻ സുഹിറ, സിഹിർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിന്തുടരുന്നത്. വഅസ്റഫിഹി സിഹിർ, ആ സിഹിറിന്റെ സ്വാധീനമായ അദ്ദേഹത്തിൽ എങ്ങനെയുണ്ടായി? എത്താല യശ്റബിമാ യഖ്റുജു മിൻ ഫീഹി, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്താണ് പുറത്തു വരുന്നത് എന്നൊന്നും തിരിച്ചറിയാത്ത രൂപത്തിൽ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായി എന്നാണ്. അതാണ് പറയുന്നത്. അതുകൊണ്ട് വലിദാലിക ഫസ്സറ ബാദുൽ മുഫസ്സിരീന, ചില തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചു, ഇൻ തത്തബിയൂന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നതിന് മസ്ഹൂർ എന്നതിന് മജ്നൂന, ഭ്രാന്തൻ. കാഫിറുകൾ റസൂൽ തിരുമേനിയെ പറഞ്ഞ് നിങ്ങൾ ഭ്രാന്തനായ ഒരു മനുഷ്യനെയാണ് പിന്തുടരുന്നത്. അപ്പൊ എന്താണ് റസൂല് പറയുന്നത് എന്ന് റസൂലിന് തന്നെ അറിയാതിരിക്കുക, പിച്ചിമ്പേയും പറയുക, ഭ്രാന്താണ് പ്രവാചകന്, ഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആള് എന്നാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാ ആയിഷ അല്ലെ റസൂൽ സീർ പറ്റി എന്ന ഹദീസിലോ റസൂൽ തിരുമേന്റെ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബ്ലീഗുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, യാതൊന്നും ബുദ്ധിക്ക് ബാധിച്ചിട്ടുമില്ല. അത് ഇതും തമ്മിൽ വൈരുദ്ധ്യത്തിന്റെ പ്രശ്നമില്ല. അതൊരു മറുപടി. ആ നിലക്ക് പണ്ഡിതന്മാര് ഒരു മറുപടി പറഞ്ഞു. ഇനി മറ്റൊരു മറുപടി എന്താ? ഇത് കാഫിറുകൾ പറയുന്നത് അതേ രൂപത്തില് സത്യപ്പെടുത്തലാവില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ഈ വിഷയത്തിൽ സത്യപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം എന്നാണ് പണ്ഡിതന്മാർ ചോദിക്കണം. നിങ്ങൾ സിഹിർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് പിന്തുടരുന്നത് എന്ന് കാഫിറുകളാണ് പറയുന്നത്. അപ്പൊ കാഫിറുകളെ സത്യപ്പെടുത്താൻ പാടില്ല. അപ്പൊ പണ്ഡിതന്മാർ ചോദിക്കുന്നു, ഈ വിഷയത്തിൽ അവരെ സത്യപ്പെടുത്തിയാൽ എന്താ? ഒരു കുഴപ്പമില്ല. കാരണം കാഫിറുകളുടെ ആദർശം എന്താ? ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നാണ് അവരുടെ ഒരു പരാതി. മുഹമ്മദ് നബി മനുഷ്യനാണ്, ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ്. അപ്പൊ നമ്മൾ അവരെ വാക്ക് സത്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് റസൂല് മനുഷ്യനല്ല എന്ന് പറയണമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വിശുദ്ധ ഖുർആനിൽ പറയാണ്, വമാ മനാന്നാസ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല, അൻ യൂമിനു ഇത് ജാഹുമുൽ ഹുദ, നേർവഴി അവർക്ക് വരുമ്പോ അതവർ വിശ്വസിക്കാതിരിക്കാൻ അവർക്ക് തടസ്സമായത് ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറ റസൂല, അള്ളാഹ് നമുക്ക് ഒരു മനുഷ്യനെയാണോ റസൂലാക്കി പറഞ്ഞയച്ചത്? അപ്പൊ അവര് വിശ്വസിക്കാത്തത് എന്താ? അള്ളാഹ് റസൂലായി പറഞ്ഞയച്ചത് മനുഷ്യനെയായി എന്നുള്ളത് കൊണ്ടാണ്. എന്നും എതിരാളികളുടെ ആക്ഷേപം അതാണ്. എന്താണ്? മനുഷ്യനെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് അവരുടെ ഒരു വാദമാണ്. റസൂല് മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ പറയണോ അവര് പറഞ്ഞത് ശരിയാവാതിരിക്കാൻ റസൂല് മനുഷ്യനായിരുന്നില്ല, മലക്കായിരുന്നു എന്ന് നമ്മൾ പറയണമോന്ന്? ഈ വിഷയം അവർ പറഞ്ഞത് സത്യപ്പെടുത്തി. ഏത് സിഹിർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്നവർ പറഞ്ഞ് ശരി, സിഹിർ ബാധിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞ് ശരി തന്നെ എന്ന് പറഞ്ഞ് എന്താ വരാൻ പോകുന്നത്? ഇത് പണ്ഡിതന്മാരുടെ വാക്കാണ്. ഇതുപോലെ അവർക്ക് ഒരുപാട് ഇതുണ്ടായിരുന്നല്ലോ. ഈ മുഹമ്മദ് നബിനെ പിന്തുടരുന്നത് ദുർബലരാണ് എന്നാണ് അവരുടെ പരാതി. നമ്മൾ പറഞ്ഞ അല്ലല്ല, പണക്കാരാണ് തിരിച്ചു പറയണോ? അത് സത്യമാണ് അവർ പറഞ്ഞത്. ദുർബലർ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ഇതുപോലെ അവരുടെ വേറൊരു പരാതി, മാലിഹാദർ റസൂലി, റസൂൽ എന്ത് പറ്റിപ്പോയി? ഏകുലുത്തോയം ഭക്ഷണം കഴിക്കുന്നു, എം ഷീഫിൽ അസ്വാക്കി, അങ്ങാടിയിലൂടെ നടക്കുന്നു. ഇത് അവരുടെ വേറൊരു പരാതിയാണ്. അതുകൊണ്ട് റസൂല് അവര് പറഞ്ഞത് ശരിയാവാതിരിക്കാൻ നമ്മൾ ഈ റസൂൽ അങ്ങാടിയിലൂടെ നടന്നിട്ടില്ല എന്ന് പറയണമോ? അതുപോലെ ഈ റസൂല് ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന് പറയണമോ? അതുപോലെ അവ യഖൂലൂന ഇന്ന മുഹമ്മദ് അൻകറ ആലിഹത്തന, ഈ മുഹമ്മദ് നമ്മുടെ വിഗ്രഹങ്ങളെ എതിർക്കുന്നു. ഏതാ അവരുടെ പരാതിയാ. അപ്പൊ അവരുടെ വിഗ്രഹങ്ങളെ മുഹമ്മദ് എതിർത്തിട്ടില്ല എന്ന് നമ്മൾ പറയണോ? ഇവർ പറയുന്ന ഏത് എതിരാളികളും പറയുന്നത് മുഴുവൻ കളവാക്കണം എന്ന് എവിടുന്നാ കിട്ടിയത്? മനസ്സിലായോ? ഖുർആന്റെ എതിരാണെന്ന് ഓരോരുത്തർ വെറുതെ പറയണം. കാഫിറുകൾ പറഞ്ഞവരോട് യോജിക്കൂല. യോജിച്ചാലെന്താ? യോജിച്ചാലും ചിലപ്പോ കാഫിറുകൾ ശരി പറയും, ചിലപ്പോ വെറും നുണ പറയണോനോ, ജീവിതം മുഴുവൻ കള്ളം പറയുന്ന ആളും ചിലപ്പോൾ സത്യമൊക്കെ പറയില്ലേ, ചില സത്യങ്ങൾ. അപ്പൊ അതും കളവാണ്, നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇനി അടുത്തത് നമ്മുടെ അലി മദനി മുറയൂരാണ് ഈ പറഞ്ഞു കേട്ടോ. അടുത്ത പരാതി ഈ ഹദീസ് മുൾത്തറബാണെന്നാ, മുൾത്തരിബ് എന്നാ പറയേണ്ട. ഒക്കെ മൂപ്പര് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞതൊന്നും വായിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഹദീസിനെതിരെ വരുന്നുണ്ട്. ഹദീസ് മുൾത്തറബ് എന്നല്ല, ഹദീസുൻ മുൾത്തരിബ് എന്നാണ് പറയേണ്ടത്. അതൊക്കെ ഒടുന്നോ കേട്ട് വരികയാണേ. ഒടുന്നോ കേട്ടിട്ട്
പിന്നെ നമുക്കാണെങ്കിൽ ജിന്ന സീർ പറയാൻ പാടില്ല എന്നുള്ള നിയമം വന്നിരുന്നു. അപ്പൊ ഇവര് ആളെല്ലാ പോസ്റ്റൊക്കെ ഇങ്ങനെ ഗോളടിക്കായിരുന്നു. എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അതുകൊണ്ട് ഈ ഹദീസ് മുൾത്തരിബാണ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമുണ്ട്. എന്നിട്ട് എന്താ വൈരുദ്ധ്യം പറഞ്ഞത്? ആ ഹദീസിൽ സീർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പുറത്തെടുക്കണം എന്ന് പറഞ്ഞു ഒരു ഹദീസിൽ. എന്നാ വേറെ ഹദീസിൽ പുറത്തെടുക്കണ്ട എന്നും പറഞ്ഞു, കുഴിച്ചു മൂടി. ഇത് വൈരുദ്ധ്യം. അത് ഹദീസ് മനസ്സിലായിട്ടില്ല. ആരും വൈരുദ്ധ്യം പറഞ്ഞിട്ടില്ല. വൈരുദ്ധ്യം പറയില്ല. കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്തതിനാണ് വൈരുദ്ധ്യം എന്നറിയാം. കൂട്ടി യോജിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് റാജി മറ്റേ മർജുവായിട്ട് പോകും. റാജി നമ്മൾ എടുക്കും. അതുകൊണ്ട് ഇമാം പണ്ഡിതന്മാരൊക്കെ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ മറുപടി കേട്ടോളൂ. ഫഹാദാനിൽ ഹദീസാനി ഖദ് യുവന്നു ഫിൽ ലാഹിർ. പെട്ടെന്ന് നോക്കുമ്പോ ഈ ഹദീസുകൾ തയാറുഹുമ അവർക്ക് വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ തോന്നും. ചില അന്തംഗമികൾക്ക് തോന്നുന്ന കാര്യം പറയുന്നുട്ടോ. ഫൈന ഹദീസ് ഈസാൻ ഹിഷാമൻ നബിഹിൽ അവൽ. ആദ്യത്തെ ഹദീസ് അന്നൗലം യസ്തഖ്രിജുഹു, സിഹർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ പുറത്തെടുത്തിട്ടില്ല എന്നാണ് ആദ്യത്തെ ഹദീസിൽ പറയുന്നത്. എന്നാവ ഹദീസ് ഇബ്നു ജുറൈജിന്റെ ഹദീസിൽ ഇസ്തഖ്റജു പുറത്തെടുത്ത് എന്നും പറയുന്നുണ്ട്. എന്നാ വലാ തനാഫിയ ബൈനഹുമ, അവയ്ക്കിടയിൽ വൈരുദ്ധ്യമില്ല. കാരണം ഫൈനൗ ഇസ്തഖ്റജു മിനൽ ബീർ, അത് കിണറ്റിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. എത്താറാവ് റസൂൽ തിരുമേനി അത് കണ്ടിട്ടുണ്ട്. വലിമു അത് ചെയ്തത് മനസ്സിലാക്കി. സുമ്മദഫനു, പിന്നെ അത് കുഴിച്ചു മൂടി. ബാദൻ സുഫിയ, രോഗശമനം ഉണ്ടായ ശേഷം. എന്നാ വഖൗലു ആയിഷ ബീവിയുടെ വാക്കോ അല്ലസ്തഖ്റജ്തഹു, റസൂൽ അതൊന്ന് പുറത്തെടുത്തുകൂടെ എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോ റസൂൽ തിരുമേനി പറഞ്ഞു, ഞാനത് പുറത്തെടുക്കുന്നില്ല, ജനങ്ങൾക്കിടയിൽ ഞാൻ പ്രശ്നമുണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് ഈ രണ്ട് പുറത്തെടുക്കലും തമ്മിൽ രണ്ടും രണ്ടാണ്. എന്താണ് ആദ്യത്തേത്? എന്താണെന്നറിയാം, പുറത്തെടുത്തു. സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസൊക്കെ ഓതി അത് ഓരോ കെട്ടും വഹിച്ചു റസൂൽ തിരുമേനിക്ക് അസുഖം മാറി. എന്നിട്ട് അത് കുഴിച്ചു മൂടാൻ പറഞ്ഞു. ഒന്നതാണ്. രണ്ടാമത്തെ ഈ പ്രശ്നം പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സീർ ചെയ്ത ആൾക്കാരെ കണ്ടെത്തലും ജനങ്ങൾക്കിടയിൽ പ്രശ്നം വിടലും. അങ്ങനെ വരും മുസ്ലിങ്ങൾ ഈ ജൂതനെതിരെ ശക്തമാവും, ജൂതന്റെ ആൾക്കാർ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമാവും. അങ്ങനെ ഒരു ഫിത്ന വരും. ഈ ഫിത്ന നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല. അത് പ്രശ്നം തീർന്നു സുഖമായി. റസൂലിനെതിരെ ആരെന്ത് ചെയ്താൽ റസൂൽ മാപ്പ് കൊടുക്കല, റസൂലിന്റെ പതിവുന്ന. അതാണ് രണ്ടാമത്തെ പുറത്തെടുക്കൽ. ഇത് മനസ്സിലാവാതെ ഒറ്റയടിക്ക് വൈരുദ്ധ്യമുണ്ട്. വൈരുദ്ധ്യം കണ്ടെത്തുന്ന രൂപമാണ് പറഞ്ഞപ്പോ ഹദീസ് മനസ്സിലായിട്ടില്ല. മനസ്സിലാവാതെ ഒന്ന് ഹദീസ് വൈരുദ്ധ്യ എന്ന് പറയരുത്. ഇനി മൂന്നാമത് അയാൾ പറഞ്ഞതോ ഈ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറയാം. മൂന്നാമത്തെ കാരണം ഈ ഹദീസ് മുദല്ലസാണ് എന്നാ പറയണേ. ആ റാവിനെ തന്നെ മുദല്ലസ് സൂചിപ്പിക്കുന്നുണ്ട്. റിപ്പോർട്ടറെ പറ്റി മുദല്ലിസ് എന്നാണ് പറയേണ്ടത്. പക്ഷെ മുദല്ലസ് എന്ന് പറയാൻ പാടില്ല. ഹദീസാണ് മുദല്ലസ്. അപ്പൊ ഹിഷാമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം മുദല്ലസാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അടുത്ത ന്യായം പറഞ്ഞത്. പിതാവിൽ നിന്ന് കേൾക്കാത്തത് കേൾക്കുന്നു എന്ന് പറയുന്ന ആളാണ് ഹിഷാം എന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. മുദല്ലസാണ്. അതുകൊണ്ട് റിപ്പോർട്ടർക്ക് കുഴപ്പമുണ്ട്, സ്വീകരിക്കാൻ പറ്റില്ല. ഇതാണ് അയാൾ പിന്നെ പറഞ്ഞത്. അതും കളവാണ്. ഹിഷാം മുദല്ലിസ് അല്ല. ഹിഷാം മുദല്ലിസ് അല്ല. ഇവിടെ നമ്മൾ ഉസൂലുൽ ഹദീസിന്റെ ഒരു നിയമം പറയണയാണ്. മുദല്ലിസുകൾ ആരൊക്കെ, അവരുടെ ഒരു പട്ടിക നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർ തയ്യാറാക്കിയിട്ടുണ്ട്. 5 തരമാണ് അവർ. 5 തരം. അതിൽ ആദ്യ വിഭാഗത്തിൽപ്പെട്ടവരെ മുദല്ലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭാഷയിൽ പ്രയോഗിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കൊരു കുഴപ്പമില്ല. രണ്ടാം വിഭാഗത്തിൽപ്പെട്ടവർക്കും കുഴപ്പമില്ല, അവരുടെ ഹദീസ് സ്വീകരിക്കാം. എന്നാൽ 3ഉം 4ഉം ഗണത്തിലുള്ളവർ സമയത്തു ഹദ്ദസന എന്നൊക്കെ വ്യക്തമായി പറഞ്ഞാലേ അവരുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ പറയുന്നുണ്ട് പണ്ഡിതന്മാര്. അപ്പൊ മുദല്ലിസ് എന്നൊക്കെ പറയുമ്പോൾ ഏത് ദറജയാണ്, ഏത് തട്ടിലാണ് എന്ന് നോക്കണം എന്നാണ്. മനസ്സിലായോ? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ മുമ്പ് ഇബ്നു ഹജർ ഈ ഹിഷാമിനെ പറ്റി പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടോളൂ. ഹിഷാം ഇബ്നു ഉർവ, ഇബ്നു സുബൈർ, ഇബ്നുൽ അവ്വാം അൽ ഖുറശി അൽ അസദി മിൻ സിഗാരി താബീൻ. അദ്ദേഹം സിഗാർ താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. വലിയ താബികളല്ല, ചെറിയ താബികളുടെ കൂട്ടത്തിൽ. മുജ്മഉൻ അലാ തസ്ബീതിഹി, അദ്ദേഹം ഈ സ്വീകാര്യയോഗ്യനാണ് എന്നതിൽ ഇജ്മാ ഉണ്ട് എന്നർത്ഥം. ഇല്ലാ അന്നഹു ഫീ കിബരിഹി, എന്നാൽ അദ്ദേഹം വയസ്സ് കൂടിയപ്പോ തഗയ്യറ ഹിഫ്ളു, അദ്ദേഹത്തിന്റെ ഹിഫ്ളിന് മാറ്റം വന്നു. വയസ്സാകുമ്പോ അങ്ങനെ ഉണ്ടാവില്ലേ. ഫതഗയ്യറ ഹദീസ് മൻ സമിഅ മിൻഹു ഫീ ഖദമത്തി സാലിസ ഇലൽ ഇറാഖ്. അതുകൊണ്ട് 3ാം വട്ടം ഇറാഖിലേക്ക് വന്നപ്പോ അദ്ദേഹം പറയുന്ന ഹദീസിന് ചില പ്രശ്നം വന്നു. അപ്പൊ ബുഖാരി റിപ്പോർട്ട് ചെയ്തതോ ഈ മാറ്റം വരുന്നതിന് മുമ്പാണ്.
ഇങ്ങനെ ഹിഫുലിന് കുഴപ്പം ഹൃദിസ്ഥമാക്കാനുള്ള ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ, ചില മറവിയൊക്കെ വന്നപ്പോൾ, ആ മറവി വരുന്നതിന്റെ മുമ്പാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഹദീസാരെ ഒഴിവാക്കുമോ? ഇനി നോക്കിക്കോ, മുദല്ലിസീങ്ങളുടെ എണ്ണം ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി പറയാം 5 മർത്തബ. അൽ ഊല 1 മല്ലാ യൂസഫ് ബിദാലിക ഇല്ലാ നാദിറ. തദ്ലീസ് എന്ന് വളരെ അപൂർവമായി ചില ആൾക്കാരെ പറ്റി മുദല്ലിസ് എന്ന് പറയും. യഹ്യ ബിൻ സഈദ് അൽ അൻസാരി ഒക്കെ, അദ്ദേഹം വലിയ ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് അത് പറഞ്ഞ ആരും തള്ളൂല. മുസ്ലിം ലോകത്തെ വലിയ മുഹദ്ദീസാണ്. രണ്ടാമത്തെ മൻഹിത്തമൽ അയിമ്മ തദ്ലീസോ, പണ്ഡിതന്മാർ ചിലരുടെ തദ്ലീസിനെ സ്വീകരിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. അഖ്റജലു ഫി സിഹായി, സഹീൽ അവരുടെ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്, ബുഖാരി മുസ്ലിമിലൊക്കെ. 2ാം ദറജയിലുള്ള മുദല്ലിസീങ്ങളുടെ ഹദീസും സ്വീകരിക്കാം, ഒരു വിരോധമില്ല. മനസ്സിലായോ? ഇനി 3ഉം 4ഉം ആണെങ്കിൽ എന്ത് വേണം? അവർ ഇല്ലാ ബിമാ സറഹു ഫീ ബിസ്സമ, അവർ അന്ന എന്നൊക്കെ പറഞ്ഞ് പറയലുണ്ട്, എൻ അബീഹി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറയരുത്. സമീഅത്തു, ഞാൻ കേട്ടു, അല്ലെങ്കിൽ ഹദ്ദസന, ഞങ്ങളുടെ ഹദീസ് പറഞ്ഞു എന്നൊക്കെ, അതിനാണ് തസ്രീം ബിസ്സമാ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞാലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കുഴപ്പമുണ്ടോന്നൊക്കെ നോക്കും. 5ാമത്തെ പിന്നെ തദ്ലീസ് അല്ലാത്ത വേറെയും കുഴപ്പമുള്ളത് കൊണ്ടാണ് ഓല ഹദീസ് സ്വീകരിക്കാത്തത്. അപ്പൊ ഇത് പറഞ്ഞ ആദ്യത്തെ ഘട്ടത്തിലാണ് നമ്മുടെ ഹിഷാം ഉള്ളത്. അതുകൊണ്ട് പിന്നെ അയാൾ ഹദീസ് തള്ളാൻ പറ്റുമോ? 1ാമത്തെ മർത്തബയിലാണ് ഹിഷാം ഉള്ളത്. ആ മർത്തബയിലുള്ള 1-2 ആൾക്കാരെയും കൂടി നിങ്ങൾ കേട്ടോ. ഒന്ന് ഇമാം ദാറഖുത്നി, മുദല്ലിസാണ് എന്ന നിലക്ക് പറയപ്പെട്ട ആളാണ്. അദ്ദേഹം ഇതിലുണ്ട്. വലിയ ഇമാമാണ് ഇമാം ദാറഖുത്നി. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തെ പറ്റി ഔഹദു അസ്രിഹി ഫിൽ ഫഹ്മി വൽ ഹിഫ്ളി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒറ്റക്ക് അത്ര എത്തിയാരുമില്ല. മതവിഷയങ്ങൾ പഠിക്കുന്ന വിഷയത്തിലും മറ്റുള്ള മാതൃകാ യോഗ്യമായ എല്ലാ വിഷയത്തിലും. കാലൽ ഖതീബ്, ഇമാം ഖതീബ് ബഗ്ദാദി പറയാ, കാന ഫരീദു അസ്രിഹി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏകനായിരുന്നു അദ്ദേഹം. ഇമാമു വഖ്തി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഇമാമായിരുന്നു അദ്ദേഹം. വൻതഹ ഇലൈഹി ഇൽമുൽ അസർ വൽ മഅരിഫ, അറിവിന്റെ റിപ്പോർട്ടിന്റെ ഇൽമൊക്കെ അദ്ദേഹത്തിൽ ചെന്ന് അവസാനിച്ചിരുന്നു. അദ്ദേഹത്തിന് കുറെ പുസ്തകമുണ്ട്, സുനനുൽ കുബർ ഉണ്ട്, അഫ്രാദ് ഉണ്ട്, വൽ ഇലൽ, ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകം ആധികാരികമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഇമാം ദാറഖുത്തിനെ തള്ളിയ എങ്ങനെ ഉണ്ടാവും? അതാ 1. 2ാമത്തെ ഇമാം മാലിക്, കേട്ടോളി, നമ്മൾ പേര് കേട്ട ആളാണ്. ഏത് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ 1 ഇമാം മാലിക്. മാലിക്കും ഈ ഗണത്തിൽപ്പെട്ടാണ്. മുദല്ലിസ് തള്ളു നമ്മള്? മാലിക് ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഇമാം മാലിക് ആരാ? ഇമാം ബുഖാരി പറഞ്ഞു, അസഹുൽ അസാനീദി മാലിക് നാഫി ഇബ്നു ഉമർ, സനദിൽ വെച്ച് ഏറ്റവും സഹീഹായ സനദ് മാലിക് നാഫി ഇബ്നു ഉമർ, ഈ സനദാണ്. മനസ്സിലായോ? ഇമാം ഷാഫി പറഞ്ഞു, ഇദാ ജാൽ അസ്റു, ഈ ഹദീസ് വന്നാൽ ഫമാലിക്കും അന്നജും, അതിലെ നക്ഷത്രം മാലിക്കാണ്. മാലിക്കിനെ തള്ളുവോ? ഏതോ ഒരാൾ തദ്ലീസ് എന്നൊരു ഭാഷാപ്രയോഗം നടത്തിയാൽ ആ കൂട്ടത്തിലാണ് നമ്മുടെ ഹിഷാം. ഇനി മാലിക്കിലും അവസാനിക്കുന്നില്ല, കേട്ടോളൂ. ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, ബുഖാരിനെ കേൾക്കാത്തവരുണ്ടോ ലോകത്ത്? ഈ ബുഖാരിയും ഈ തദ്ലീസിന്റെ 1ാമത് പറഞ്ഞ മർത്തബയിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാ തദ്ലീസ് എന്ന് പറയാൻ കാരണം? അദ്ദേഹത്തെ പറ്റി അബൂ അബ്ദുല്ല ഇബ്നു മന്ദ എന്ന ആള് പറഞ്ഞു, അഖ്റജൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, എന്നിട്ട് ഖാലഫുലാൻ എന്ന് പറഞ്ഞു, വഹുവ തദ്ലീസ്, അത് തദ്ലീസാണ്. അങ്ങനെ ഒരു പദം പറഞ്ഞത് കൊണ്ട്, അങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് മുദല്ലിസികളെ കൂട്ടത്തിൽ 1ാം മർത്തബ. ബുഖാരിനെ തള്ളി. തദ്ലീസ് പറഞ്ഞ് ഇഷാമിനെ തള്ളിയെങ്കിൽ ബുഖാരിനെ തള്ളണം, ദാറഖുത്തിനെ തള്ളണം, മാലിക്കിനെ തള്ളണം. പിന്നെ ഇമാം മുസ്ലിമും ഉണ്ട് ഈ ഗണത്തിലാപ്പെട്ട്. ഇങ്ങനെയാകുമ്പോൾ ഇവർക്ക് ഇസ്ലാമിനെ ഒഴിവാക്കിയിട്ട് പോവുക നല്ലേ. കാരണം ബുഖാരി വേണ്ട, മുസ്ലിം വേണ്ട. കാരണം ഇഷാമും മുദല്ലിസാണ് തള്ളിയാൽ അതേ ഗണത്തിലാണ് ബുഖാരി, ദാറഖുത്നി, മുസ്ലിം, മാലിക്കൊക്കെ. ഇനി ഇവർക്ക് ഈ പണി നിർത്തിച്ച് വിട്ടുപോയിരിക്കും നല്ലത്. ഇതാണ് ഞാൻ പറഞ്ഞ വിവരമില്ലാതെ ആൾക്കാർക്കെതിരെ, ഹദീസിനെതിരെ വസ്വാസം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയോ ഹിഷാം മുദല്ലിസാണെന്നാണ് സങ്കല്പിക്കുക. നമ്മൾ തൽക്കാലം വാദത്തിന് വേണ്ടിയിട്ടല്ലോ സങ്കല്പിക്കല്. മുദല്ലിസ് അല്ല എന്നൊക്കെ മനസ്സിലായി. എന്നാ ഹിഷാം മാത്രമല്ല അത് റിപ്പോർട്ട് ചെയ്തത്, വേറെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ട് എന്നാ അവർ സ്വീകരിക്കണ്ടേ? അതിന് ഇവരിത് പഠിക്കണ്ടേ? ഹിഷാം അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആയിഷ ബി മാത്രമല്ല റിപ്പോർട്ട് ചെയ്തത്, വേറെയും സഹാബികൾ, സെയ്ദ് ബിൻ അർഖം, ഇബ്നു അബ്ബാസ് തുടങ്ങിയ സഹാബികളൊക്കെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിഷാം അല്ലാത്തവരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അതൊരു വിഷയം. പിന്നെ ഇയാൾ പറഞ്ഞെന്താ അറിയുക, അടുത്ത തകരാറ്,
അഅസം എന്നാള് ജീവിച്ചിരിപ്പില്ല, എന്നിട്ടല്ലേ ലബീദ് ഉണ്ടാവുക. റസൂലിനെ സീർ ചെയ്തതാരാ? ലബീദ് ബിനുൽ അഅസം എന്ന ആളാ. അപ്പൊ ഇയാള് പറയാണ് അഅസം എന്നൊരു വ്യക്തി ചരിത്രത്തിൽ ജീവിച്ചിരിപ്പില്ലാന്ന്. എന്തൊരു നാണ് ഇവരൊക്കെ പിടികൂടണങ്ങള്. ഞാൻ പറയണതാ, ഞാൻ അപ്പുറത്തെ മടവൂരിയായ എന്ത് നോണിയും പറയാന്നുണ്ടോ? ഇല്ലെങ്കിൽ മുന്നുകൾ കൊണ്ട് നമ്മളടിയിൽ നടക്കൂലല്ലേ ഏതാൾക്കാർ, നമ്മക്കൊരാളുമില്ല. കള്ളം പറഞ്ഞ പിടികൂടുന്നോണേ ഞാൻ പറഞ്ഞെന്നറിയും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലബീദ് ബിൻ അഅസം ജീവിച്ചിരിപ്പില്ല. ഇന്ന് ജീവിക്കുന്ന ഒരുത്തം പറയാം ഇവൻ എങ്ങനെയാ മനസ്സിലായി ആള് ജീവിച്ചിരിപ്പില്ല? അത് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇമാം ബുഖാരി പറയുന്നു, ഇമാം മുസ്ലിം പറയുന്നു, അതുപോലെ ഇബ്നു ജരീർ തൊബരി പറയുന്നു, ഇമാം ഇബ്നു കസീർ പറയുന്നു, അതുപോലെ ഇമാം ഖുർത്തുബി പറയുന്നു. ലോകത്തുള്ള ഇമാമീങ്ങൾ മുഴുവനും ലബീദ് ബിൻ അഅസം എന്നൊരാള് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു. ഇന്ന് ജീവിക്കുന്ന ഒരുത്തൻ എഴുന്നേറ്റ് വന്നിട്ട് പറയാം അങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പില്ല. നാളെ അയാൾ മുഹമ്മദ് നബി ജീവിച്ചിരിപ്പില്ല എന്നൊക്കെ പറയും. അല്ല എന്തും പറഞ്ഞൂടെ? ആരും ജീവിച്ചിരിപ്പില്ല എന്ന് സ്വന്തം വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാ. ഇവിടെ ആരാത് പറഞ്ഞെന്നറിയോ? ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ സിഹർ ബാധിച്ച ഒരു അസ്വസ്ഥതകൾ ഉണ്ടായല്ലോ. ആ നേരം 2 മലക്ക് വന്നു എന്നാണ്. ഒരു മലക്ക് ജിബ്രീലാണ്, മറ്റേ മലക്ക് മീകായിലാണ്. ജിബ്രീൽ എന്ന മലക്ക് റസൂലിന്റെ തലന്റെ അടുത്തിരുന്നു, മറ്റേ മലക്ക് റസൂലിന്റെ കാലിന്റെ അടുത്തും ഇരുന്നു. എന്നിട്ട് അവര് സംസാരിക്കുകയാണ്, ഇദ്ദേഹത്തിന് സിഹർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചോദിക്കുക ആരാ സിഹർ ചെയ്ത്? ലബീദ് ബിൻ അഅസം. ജിബ്രീലും മീകായിലും പറയുന്നുണ്ട് ലബീദ് പറഞ്ഞ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അഅസം എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ട്. ആര് പറഞ്ഞാലും വിശ്വസിക്കൂലേ? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം അവര് പറയുന്നു ലബീദ് ബിൻ അഅസം എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ട്. ബുഖാരി പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആദ്യം റസൂൽ തന്നെ പറയാനുള്ളത്, സഹാബികളൊക്കെ പറഞ്ഞത് എല്ലാരും പറയാ ഇങ്ങനത്തെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ഇവൻ പറയാ അങ്ങനത്തെ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. അതാണ് ഈ വിഷയത്തിൽ വന്ന പച്ചക്കള്ളം. ഇതെന്താ ഞാൻ പറഞ്ഞതേ, ഇത് നമ്മൾ ജിന്നു സീർ ഏതായാലും പറയില്ല, നമുക്ക് നേതൃത്വത്തിന്റെ വിലക്കുണ്ട്. എല്ലാം പറയാം, ജിന്നും സീറും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ മറ്റൊരു വെയിലിടാ ജിന്നും സീറും പറ്റിയുള്ള നുണയൊക്കെ പറഞ്ഞു വിടുക, എല്ലാവരും സമ്മതിച്ചോളും. ആ ജാതി കള്ളം ഇറക്കി വിട്ടതാണ് ഇവിടെ. എന്നിട്ട് ഇതിന് വസ്വാസായി നടക്കുന്ന ആൾക്കാരുണ്ട്. അതാ ഇതൊക്കെ കേട്ടിട്ട്. ഇനി അടുത്തത് ബനു സുറൈഖ് എന്ന ഗോത്രം തന്നെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ജൂതഗോത്രമേ ഇല്ല. ഏത് ഗോത്രമേ ഉള്ളൂ? ഒന്ന് ബനു കൈനുക്ക, മറ്റൊന്ന് ബനു നദീർ, വേറൊന്ന് ബനു ഖുറൈള. ഇതാണ് 3 ജൂതഗോത്രം. എന്നാ ബനു സുറൈഖ് എന്നൊരു ജൂതഗോത്രമല്ല, അത് അൻസാരി ഗോത്രമാണ്. ആരെയിപ്പോ അങ്ങനെ ജൂതഗോത്രം ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോഴല്ല ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ മുമ്പ് പറഞ്ഞു റജുലും മിൻ ബനി, എന്താ ഒരു യഹൂദി എന്നുണ്ടല്ലോ എന്നാ. ഒരു യഹൂദിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സീർ ചെയ്ത്. എന്നാൽ ലബീദ് എന്ന ആള് യഹൂദിയല്ല, അയാൾ അൻസാരികളിൽ പെട്ട ആളായിരുന്നല്ലോ. അതിന് തൊട്ടടുത്ത ഹദീസിൽ മറുപടിയുണ്ട്, അത് വായിച്ചിട്ടില്ല. എന്താ ഹദീസിലുള്ള അറിയങ്ങൾ? റജുൽ മിൻ ബനി സുറൈഖ്, ബനു സുറൈഖിലെ ഒരു മനുഷ്യൻ, ഹലീഫുൽ യഹൂദ്, യഹൂദികളോട് സഖ്യത്തിൽ ഏർപ്പെട്ട ആളാണ്. എന്നിട്ട് മുസ്ലിം ആയില്ല, മുനാഫിക്കായിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് അവനെ ജൂതൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടിലുള്ളത്. ചില ആൾക്കാരുടെ സ്വഭാവം അല്ലെ, ഹദീസ് മടവൂരി നമ്മൾ പറയും, ഹദീസ് നിഷേധം ഉണ്ടെങ്കിൽ ഓനി മടവൂരി എന്നറിയും. എന്താ? ആ സ്വഭാവം ഉള്ളത് കൊണ്ടാ. ഞാൻ ആ ടീമിൽ അല്ലാറിട്ട് കാര്യമില്ല. നമ്മളെ കൂട്ടത്തിൽ ഹദീസ് നിഷേധം ഉണ്ടെങ്കിൽ നമ്മളെന്തരും നവമടവൂരി എന്നറിയും അവനെ പറ്റി. അവിടെ പോയിട്ടൊന്നുമല്ല. അതെന്തിനാ പറയണത്? ഓലെ സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ. ഇതുപോലെ ജൂതന്റെ എല്ലാ സ്വഭാവം ഉണ്ടായതുകൊണ്ട് ചില റിപ്പോർട്ടിൽ ഓനെ യഹൂദി തന്നെ പറഞ്ഞതേ. എന്നാ വേറെ റിപ്പോർട്ടിൽ വിശദീകരണം വന്നിട്ടുണ്ട്, റജുൽ മിൻ ബനി സുറൈഖ് ഹലീഫുൽ യഹൂദ്, ജൂതന്മാരോട് സഖ്യത്തിൽ ഏർപ്പെട്ട ബനു സുറൈഖ് ഗോത്രത്തിലെ അൻസാരി ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തന്നെ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത പരാതി എന്താ? ദർവാൻ എന്ന സ്ഥലത്ത് ഒരു കിണറില്ലാന്ന. ദർവാൻ എന്ന സ്ഥലത്ത് കിണറില്ല, ദർവാൻ കിണറിന് അതിന്റെ പേര് തന്നെ. ഇവരങ്ങനെ ഒരു കിണർ തന്നെ, ഇവർ ഭയങ്കര ചരിത്രമുണ്ട്. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല, ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ അറിയേണ്ടിയിരുന്നു. ഏതാ ചരിത്രം ഇയാൾക്കറിയില്ല. ഇതിലും വലിയൊരു ചരിത്രം ഉണ്ടോ? മുസ്ലിംകളുടെ ഹദീസ് നിദാനശാസ്ത്രം അനുസരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ റിപ്പോർട്ടുകളെക്കാൾ വലിയ ചരിത്രം ലോകത്തുണ്ടോ? നമ്മളിപ്പോ ഈസാ നബി, മൂസാ നബിനെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഖുർആനിൽ വന്നതുകൊണ്ട്, സ്വഹിയായ പരമ്പരയിലൂടെ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്കും അവർക്കും ഇടയിൽ സനദില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിനെ എതിർക്കുന്ന ഓറിയന്റലിസ്റ്റുകൾ പോലും പറഞ്ഞത് മുസ്ലിങ്ങൾ എന്നും അവർക്ക് അഭിമാനിക്കാം അവരുടെ സനദ് വെച്ചിട്ട് എന്നാണ്.
എന്താ സനത്? ഒരു വിഷയത്തിലെ ചരിത്രത്തിലെ കല്ലും നെല്ലും തിരിക്കാൻ ഉസൂൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രത്തെ പോലെ വലിയൊരു സംഭവം ലോകത്ത് കഴിഞ്ഞു പോയിട്ടേയില്ല. അതിലും വലിയൊരു ചരിത്രം വേറല്ല. അതുകൊണ്ട് ഇമാം ബുഖാരിയുടെ സനദിൽ ഇങ്ങനെ ദർവാൻ കിണറുണ്ട്. അതുപോലെ മുസ്ലിമിന്റെ സനദിൽ ദർവാൻ കിണറും ലബീദ് ബിൻ ആസമും ഇതൊക്കെയുണ്ട്. അതാണ് ഏറ്റവും വലിയ ചരിത്രം എന്ന് ഇയാൾക്ക് മനസ്സിലാവാതെ പോയി. ഏറ്റവും വലിയ ചരിത്രമാണിത്. ഈ സനദ് അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് മതത്തിൽപ്പെട്ടതാണ്. സനദില്ലെങ്കിൽ ലഖാല മൻഷാ മാഷ, തോന്നിയതൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് സനദുണ്ട്. ഈ സനദിനെ പറ്റി റസൂല് മരിക്കുന്നതിന് മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. ഇതൊരു അത്ഭുതമാണ് സനദ്. ആ സനദിലൂടെ വന്നതിന് ചരിത്രമല്ലാന്ന് ഇയാള്. ഇങ്ങനെയാണ് ഇയാൾ ഇനി പലതും നിഷേധിക്കും. അബൂബക്കർ സിദ്ദീഖിന്റെ വീട് ചരിത്രത്തിലില്ല, അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖില്ല എന്ന് ഇയാൾ ഇനി പറയും. മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ടു, ആ കിണർ മൂപ്പര് പോയിട്ട് കാണാനില്ല. എന്നാ യൂസുഫ് നബി ഇല്ല, കിണറില്ല, ചരിത്രത്തിലില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ കിണറില്ല വിചാരിച്ചിട്ട്? അങ്ങനെ കിണറുണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്നിട്ട് ഇല്ല എന്ന് പറയുന്നു. അത് വലിയ അപകടമാണ് എന്നർത്ഥം. ഇനി പിന്നെ പറഞ്ഞതോ, ബുഖാരി 7 സ്ഥലത്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അതിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവർ മുഴുവനും കൂഫക്കാരാണ്. പിടിച്ചു കൊണ്ടെന്ന് ചോദിക്കണം നിങ്ങള്. ബുഖാരി 7 സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ കൂഫക്കാരാണ്. കൂഫക്കാർ ഷിയാക്കളോട് അടുപ്പമുള്ളവരാണ്. ഈ ഹദീസ് തള്ളാൻ വേണ്ടി പറഞ്ഞതാ. അതുകൊണ്ട് ഫസ്റ്റിൽ ഹദീസിനെ ഞാൻ വായിക്കാം, സനദ് മാത്രം വായിക്കാം. ഹദ്ദസന ഇബ്രാഹിം ഇബ്നു മൂസ അഖ്ബർന ഈസ ഇബ്നു യൂനുസ് അൻ ഹിഷാം അൻ അബീഹി അൻ ആയിഷ. 6 റിപ്പോർട്ടർമാരുള്ള. ഒന്ന് ബുഖാരി, അതാണ് ഹദ്ദസന എന്ന് പറയുന്നത്. പിന്നെ ഇബ്രാഹിം ഇബ്നു മൂസ 2, പിന്നെ 3-ാമത്തെ ആള് ഈസ ഇബ്നു യൂനുസ്, 4-ാമത്തെ ആള് ഹിഷാം, 5-ാമത്തെ ആള് ഉറുവ, 6-ാമത്തെ ആള് ആയിഷ. ഇയാള് പറയണത് ഒരാളല്ലാത്തവരൊക്കെ കൂഫക്കാരാണ്. നിങ്ങൾ കേൾക്കണം, ഈ സനദിൽ തന്നെ ഒരാൾ മാത്രമാണ് കൂഫക്കാരൻ, മറ്റൊരാൾ ആരും കൂഫക്കാരല്ല. ഇതാ ഞാൻ പറഞ്ഞു, പിടിച്ചുകൊണ്ടുവന്നിട്ട് ഈ കള്ളന്മാരാണ് പിടിച്ചുകൊണ്ടിരുന്നത് പറയുന്നത്. എന്ത് കള്ളും പറയും ഇയാൾ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഒരാളല്ലാത്തവർ മുഴുവനും കൂഫക്കാരാണ്. കൂഫക്കാർ ഷിയാക്കളോട് ചായ്വുള്ളവരാണ്. എന്നാൽ നിങ്ങൾ കേട്ട ബുഖാരി കൂഫക്കാരനല്ല. പിന്നെ ഇബ്രാഹിം ഇബ്നു മൂസ എന്നാൾ കൂഫക്കാരനല്ല. ഈസ ഇബ്നു യൂനുസ് എന്നാൾ മാത്രമാണ് കൂഫക്കാരൻ. ഹിഷാം കൂഫക്കാരനല്ല, അദ്ദേഹം മദീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ വാപ്പ ഉറുവ മദീനക്കാരനാണ്. ആയിഷ ബീവി മദീനക്കാരിയാണ്, മക്കയിൽ നിന്ന് പോയി മദീന. ഇയാൾ പറഞ്ഞതോ ഒരാളല്ലാത്തവർ മുഴുവനും കൂഫക്കാരാണ്, അവർക്ക് ഷിയാക്കളോട് പിന്നെ അടുപ്പമുണ്ട് എന്നാ. ഇനി ഞാൻ ചോദിക്കട്ടെ, കൂഫക്കാരായ എന്താ കുഴപ്പം? അതും വേണ്ട പ്രശ്നം. കൂഫക്കാരെന്ന് ഹദീസ് സ്വീകരിക്കണ്ടെന്ന് ആര് പറഞ്ഞേ? കൂഫക്കാരെടുത്തുനിന്ന് ഹദീസ് സ്വീകരിക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഷിയാക്കളാണെങ്കിൽ വിശ്വസിക്കണ്ട. പക്ഷെ ഇവരാരെയും കൂട്ടത്തിൽ ഷിയാക്കളുണ്ടോ? ഇവിടെ പറഞ്ഞ ഈസ ഇബ്നു യൂനുസ് എന്ന ആള് കൂഫക്കാരനാണല്ലോ, അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കണ്ടെന്ന് ആരെയും പറഞ്ഞു? അദ്ദേഹം ഷിയാണോ? അല്ലല്ലോ. അപ്പൊ ആ ജാതി കളവുകൾ മനസ്സിലായോ? ഇനി പിന്നെ 8-ാമത്തെ പരാതി, നബി അന്തല്ലാതെ നടന്നു 6 മാസം 40 ദിവസം 4 മാസം എന്നൊക്കെ പറഞ്ഞില്ലേ? റസൂലിനെ പറ്റി പച്ച നുണ പറയാണ്. അന്തമില്ലാതെ പറഞ്ഞൊരു കാഫിറുകളെ വാക്കാണ്. ഷെയ്ഖ് അൽബാനി പറഞ്ഞ മസ്ഹൂറ എന്ന് പറഞ്ഞ ഭ്രാന്തെന്ന് അവരുദ്ദേശിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ രൂപത്തിൽ മുസ്ലിങ്ങൾ പറയില്ല റസൂൽ തിരുമേനിയെ പറ്റിയിട്ട്. അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. എന്ന് റസൂലിന് അന്തമില്ലാതെ റസൂൽ എന്താ പറയുന്നത്, റസൂലിനെ തിരിയാത്തൊരവസ്ഥ വന്നു എന്ന് പറയുന്നത് കുഫറിന്റെ വാക്കാണ്. അത് ഇവര് പറഞ്ഞുണ്ടാക്കിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുദ്ധിക്കോ നബി എത്തിച്ചു കൊടുക്കുന്ന റിസാലത്തിനോ നുബുവത്തിനോ ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ് എന്നർത്ഥം. പിന്നെയോ വേറൊരു പരാതി പറഞ്ഞെന്നറിയങ്ങള്. 9-ാമത്തെ പരാതി എന്താ? റസൂലിന് സിഹർ ബാധിച്ചു എന്ന് റസൂല് പറഞ്ഞിട്ടില്ല, ആയിഷ ബീവിയാണ് പറഞ്ഞത്. ആയിഷ ബീവി തോന്നിയതായിരിക്കും. ആ തോന്നൽ നമ്മൾ സ്വീകരിക്കൂല എന്നാണ് മൂപ്പര് പറഞ്ഞത്. മൂപ്പരെ തോന്നലേ മൂപ്പര് സ്വീകരിക്കുള്ളൂ. റസൂലിനെ പറ്റി നന്നായി പരിചയമുള്ള ആയിഷ ബീവിന്റെ തോന്നൽ മൂപ്പര് സ്വീകരിക്കൂല. ആയിഷ ബീവിനെ നിസ്സാരാക്കുകയാണ്. ആയിഷ ബീവിനെ സഹാബികളൊക്കെ നിസ്സാരാക്കിയാലൊക്കെ വലിയ അപകടമാണ്, വലിയ പ്രശ്നമാണ്. ആയിഷ ബീവിന്റെ തോന്നലായിരിക്കും എന്നാ പറഞ്ഞു. നമ്മൾ അംഗീകരിക്കൂല. കേട്ടത് ആയിഷ ബി മാത്രം റിപ്പോർട്ട് ചെയ്തല്ലോ. ഇയാൾ ഞാൻ ആയിഷ ബിയുടെ തോന്നൽ സ്വീകരിക്കൂല. ആയിഷ ബി മാത്രമല്ല, സെയ്ദ് ബിൻ അർക്കം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്ൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞു വയറും അതല്ലാത്ത സഹാബികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ഇവര് പറഞ്ഞത് അത് റസൂല് പറഞ്ഞല്ല, ആയിഷ ബി പറഞ്ഞ അതും കളവാ.
റസൂൽ തന്നെ പറഞ്ഞ് രണ്ടാൾക്കാരെന്റെ ഇവിടത്ത് ഇരുന്നു, ഒരാൾ ജിബ്രീൽ, ഒരാൾ മീക്കായിൽ. എന്നിട്ട് അവർ ചർച്ച ചെയ്തു, എന്താണ് ഈ മനുഷ്യന്, ഇയാൾക്ക് മത്ബൂബാണ്, സീർ ബാധിച്ചിട്ടുണ്ട്. ആരാണ് സീർ ചെയ്ത്? ലബീദ് ഇബ്നുൽ അഅസം. ഈ സംഭവം റസൂൽ ആയിഷബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇയാൾ റസൂൽ പറഞ്ഞിട്ടില്ല, ആയിഷബിയാണ് പറഞ്ഞത് മുഴുവൻ ഇപ്പൊ കളവ. നിങ്ങൾക്ക് ബോധ്യയില്ലേ? ഇതിനാണ് ഇപ്പൊ നമ്മുടെ ആൾക്കാർ വസ്വാസുമായിട്ട് നടക്കുന്നത്. വേറെ ചില ആൾക്കാർ അതിലിവിടെ പറയാത്ത വേറെ കാര്യം മുമ്പര് പറയലുണ്ട്. അതേതാ അറിയോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട്. സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും മക്കിയായ സൂറത്തല്ലേ, അപ്പൊ അത് ഇറങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ റസൂൽ എന്ത് ചെയ്ത് ആദ്യം ഓതിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ തഫ്സീർ എടുത്തു നോക്ക്. ഞാൻ ഒറ്റ വാചകം പറയാം. അദ്വാഉൽ ബയാൻ നമ്മുടെ സലഫി തഫ്സീറാണ്. അജ്മൽ മുഫസ്സിറൂന, മുഫസ്സിറുകൾക്കിടയിൽ ഇജ്മാ ഉണ്ട്, ഐക്യകണ്ഠയുള്ള അഭിപ്രായം. അന്ന നസലത് ഫി ലബീദ് ഇബ്നുൽ അഅസം അല്ലദി സഹറ റസൂലല്ലാഹ്, റസൂൽ സീർ ചെയ്ത ലബീദിന്റെ വിഷയത്തിലാണ് ഈ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഇറങ്ങിയത്. അതുകൊണ്ട് അത് മക്കിയാണോ മദനിയാണോ തർക്കമുണ്ട്. പക്ഷെ അത് മദനിയാണ്, മദീനയിൽ അവതരിപ്പിച്ച സൂറത്താണ് എന്നതാണ് റാജിയായ അഭിപ്രായം. ഷെയ്ഖ് അൽബാനിക്ക് അതാണ് സ്വഹിയാക്കിയിട്ടുള്ളത് എന്ന് കൂടെ സാന്ദർഭികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ബുഖാരിയെ പറ്റി അദ്ദേഹത്തെ നിസ്സാരമാക്കാൻ, മുസ്ലിമിന്റെ ഹദീസുകളെ തള്ളാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും നടക്കുന്നുണ്ട്. ഈ ജാതി വസ്വാസുകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഒരു സാമ്പിളാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇനി ഞാൻ വേറെ ഒരു സാമ്പിളും കൂടി കേൾപ്പിക്കാം. ഏത്? ഇത്തരം ആൾക്കാരെ, ഹദീസ് വിരോധികളുടെ തനി നിറം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിലൊന്നെന്താ ഒന്ന് മസീഹുദ് ദജ്ജാൽ, അതുപോലെ ഈസാ അലൈഹിസ്സലാമിന്റെ വരവ്, മസീഹുദ് ദജ്ജാലിന്റെ വരവ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പണ്ഡിതന്റെ വാക്ക് ഞാൻ ആദ്യം കേൾപ്പിക്കാം. അബ്ദുസലാം സുല്ലമി എഴുതുകയാണ് കേട്ടോ. സത്യവും അസത്യവും മസീഹുദ് ദജ്ജാലിനെ പറ്റി പറയാണ്. അവസാന കാലം മസീഹുദ് ദജ്ജാൽ വരും, ഖിയാമത്തിന്റെ വലിയ അടയാളത്തിൽപ്പെട്ട ഒരു അടയാളമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇയാൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഹദീസ് ചില ആൾക്കാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നത് വല്ലാത്തൊരു രോഗമാണ്. എനിക്കറിയാം, ഈ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്താ മസീഹ് ദജ്ജാൽ വരും എന്ന് റസൂല് പറഞ്ഞാൽ എന്താ വരും, എന്താ പിന്നെ അതിലെ പ്രശ്നം? ഈസാ അലൈഹിസ്സലാം വരും എന്ന് പറഞ്ഞാൽ വരും, എന്തിനാ നമ്മളത് തള്ളാൻ പോകുന്നത്? എന്നാൽ ഇയാൾ എഴുതണം നോക്കിക്കോളി. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന സർവ്വ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കും പ്രയോഗിക്കുന്ന പദമാണ് ദജ്ജാൽ എന്നത്. അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിവക്ഷയെങ്കിൽ സർവ്വ പ്രവാചകന്മാരും തന്റെ സമുദായത്തെ ദജ്ജാലിന്റെ തിന്മയെപ്പറ്റി ഉണർത്തുമായിരുന്നില്ല. അള്ളാഹുവിന് രണ്ട് കണ്ണുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ദജ്ജാൽ ഒറ്റക്കണ്ണനായിരിക്കുമെന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണെന്ന് ഗ്രഹിക്കാം. ഇതിലിപ്പോ രണ്ട് തകരാറാ വന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം വകുപ്പിലെ ഹദീസുകളെ തള്ളി. ഒരു വെടിക്ക് രണ്ട് ബഷീർ, ഇവിടെ ഒരു വെടിക്ക് രണ്ട് വിഭാഗം ഹദീസുകൾ ഒന്നടങ്കം തള്ളി. ഒന്ന് മസീഹുദ് ദജ്ജാലിനെ പറ്റി പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്, അതൊക്കെ തള്ളി. അതൊരു വ്യക്തിയല്ല, സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ പറയുന്ന പേരാണ്. അത് ചിലപ്പോൾ സംഘടനയാവാം, വേറെ ചിലപ്പോൾ വ്യക്തികളാവാം. അതാരാണോ സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത് അവർക്കുള്ള പേരാണെന്ത്? മസീഹുദ് ദജ്ജാൽ. ഇതാണ് ഇവർ കണ്ടുപിടിച്ച്. മനസ്സിലായോ? ഇവിടെ രണ്ട് തകരാറെന്താ? ഒന്ന് മസീഹുദ് ദജ്ജാൽ ഹദീസ് തള്ളി, മറ്റൊന്ന് അള്ളാഹുവിന് രണ്ട് കണ്ണുണ്ട് എന്നാൽ ഇവൻ ഒറ്റക്കണ്ണനായിരിക്കും എന്നാണ് മസീഹുദ് ദജ്ജാൽ. അല്ല, കോങ്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റക്കണ്ണനായിരിക്കുന്ന. അള്ളാഹ്ക്ക് രണ്ട് കണ്ണുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഇയാൾ പറയാണ് അള്ളാഹുവിന് രണ്ട് കണ്ണുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് മസീഹുദ് ദജ്ജാൽ ഒറ്റക്കണ്ണനായിരിക്കുമെന്ന് പറഞ്ഞത് ആലങ്കാരികമാണല്ലോ എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തേ പേര് മനസ്സിലാകുന്നത്? അള്ളാഹിന്റെ രണ്ട് കണ്ണുണ്ട് എന്നത് ഇയാൾ തള്ളിയെന്ന്. അപ്പൊ ഇയാൾ സലഫി അല്ലാതെ തെളിയിക്കുകയാണ്. അള്ളാഹിന്റെ വിശേഷണങ്ങൾ തള്ളുന്നവരാരാന്നറിയങ്ങള്? ഒന്ന് ജഹ്മികളാണ്. ജഹ്മികൾ എന്ന കൂട്ടരുണ്ട്, ജഹ്മികൾ എന്നറിയും. അവരെന്താണെന്നറിയോ? അവർ അൻകറു അൽ അസ്മാ വസിഫാത്ത്, അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒന്നടങ്കം തള്ളും. ഇവരൊക്കെ തള്ളും. അള്ളാഹിന്റെ നാമങ്ങളും വിശേഷണവും ഒന്നും സ്വീകരിക്കൂല. ജഹ്മികൾ എന്ന് പറയും. അതൊരു കൂട്ടര്. എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട്, അവര് മുഅ്തസില എന്ന് പറയും. എന്താ മുഅ്തസിലിന്റെ പ്രത്യേകതകൾ? അവർ അൻകറു സിഫാത്ത് ദൂനൽ അസ്മാ, അവർ അള്ളാഹിന്റെ നാമങ്ങൾ അംഗീകരിക്കും, സിഫത്തുകൾ ഒന്നും അംഗീകരിക്കൂല. അള്ളാഹ് സമീയാണ്, പേരംഗീകരിക്കും, പക്ഷെ സം അംഗീകരിക്കൂല. കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ്
കാതില്ലാതെ കേൾക്കുന്ന അല്ലാഹ് എന്നൊക്കെ അതുകൊണ്ട് അവർ പറഞ്ഞേ. ഏത് സെമിയണം അംഗീകരിക്കും, അതേസമയം അവന് കാഴ്ച അല്ലെങ്കിൽ കേൾവി ബസീറാണ് എന്ന പേര് ഞങ്ങൾ സമ്മതിക്കും. ബസർ, കണ്ണ്, കാഴ്ച ഇത് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാ. നാമങ്ങൾ അംഗീകരിക്കും, വിശേഷണങ്ങൾ അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു കൂട്ടർ എല്ലാ വിശേഷണങ്ങളും അവർ തള്ളി. മൂന്നാമതൊരു കൂട്ടർ എന്തെന്നറിയോ? അവര് നാമങ്ങളൊക്കെ അംഗീകരിക്കും. അപ്പൊ ബാഹു സിഫാത്ത് ചില വിശേഷണങ്ങളും അംഗീകരിക്കും. അതാരാ? അത് അശ്ശരികളും മറ്റൊന്ന് മാതുരീദികളുമാണ്. ഒന്ന് അബുൽ ഹസൻ അൽ അശ്ശരി എന്നറിയും. ഇയാൾ അശ്ശരി മദ്ഹബിലാണ് അറിയപ്പെടുന്നത്. ഇയാൾ 40 കൊല്ലം മുഅ്തസിലകളുടെ കൂടെയായിരുന്നു. പിന്നെ അതിന് മാറി അശ്ശരി മദ്ഹബിൽ പോയി. അവസാനം അഹ്ലു സുന്നത്തിലേക്ക് മടങ്ങിയ പണ്ഡിതനാ ആര്? അബുൽ ഹസൻ അൽ അശ്ശരി എന്ന് പറയുന്ന ആൾ. അതിലേക്ക് ചേർത്തിട്ടാണ് അശ്ശരി മദ്ഹബ് പറയുന്നത്. പിന്നെയോ അബൂ മൻസൂർ അൽ മാതുരീദി എന്ന് പറയുന്ന ആള്. ഇവരെന്താണ്? അള്ളാന്റെ നാമങ്ങളൊക്കെ അംഗീകരിക്കും, 7 സിഫത്തുകൾ അംഗീകരിക്കും, ബാക്കിയൊന്നും അംഗീകരിക്കൂല. എന്നാൽ ഒടുക്കം പറഞ്ഞതിലും പെട്ടതല്ല അള്ളാന്റെ സിഫത്തുകൾ. അള്ളാഹുവിന്റെ സിഫത്തുകൾ 7 എന്ന് പറഞ്ഞ ഏതെന്നറിയാം? 7 പേര് അംഗീകരിക്കുന്നത്. ഒന്ന് ഇൽമ്, അറിവ്, പിന്നെ ഒന്ന് ഹയാത്ത്, ഖുദ്റത്ത്, ഇറാദത്ത്, സമ്, ബസർ. അതുപോലെ അംഗീകരിക്കുന്നതാണ് സമ്മും ബസറും ഒക്കെ. അപ്പം മാതുരീദികളും അതുപോലെ അശ്ശരികളും അംഗീകരിക്കുന്ന 7 സിഫത്തിലുണ്ട് അള്ളാഹുവിന്റെ ബസർ, അതുണ്ട്. പക്ഷെ അബ്ദുസ്സലാം സുലൈമി അതിലും പെടാതെ മുഅ്തസിലാക്കളുടെ ഗണത്തിലാണ് ഇപ്പൊ പെട്ടുപോയത്. കാരണം എന്താ? അള്ളാഹുക്ക് 2 കണ്ണുണ്ടെന്ന് റസൂല് പറഞ്ഞാൽ ഉണ്ട് തന്നെ, അങ്ങനെ തന്നെ. പക്ഷെ നമ്മളെ കണ്ണുപോലെയെന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിലുള്ളത് എന്ന് പറയണം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മളെ കണ്ണിന്റെ മാതിരി എന്ന് പറയാൻ പാടില്ല. അള്ളാഹിന്റെ മഹത്വത്തിന് യോജിക്കുന്ന രൂപത്തിൽ അതും തള്ളി. അള്ളാഹിന്റെ വിശേഷങ്ങൾ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം തള്ളുന്നുണ്ട്. എന്നിട്ടും ഇവര് സലഫികളാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, വിഷയങ്ങൾ പഠിക്കണം. സലഫിയത്തുനിന്ന് തെറ്റരുത്. ഇപ്പൊ എന്താ? ഹദീസും തള്ളി. പിന്നെയോ അഹ്ലുസുന്നത്തിന്റെ അഖീദയാണ്. അഖീദ അള്ളാഹിന്റെ നാമങ്ങളും വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. ആ വ്യതിയാനവും ഇദ്ദേഹം ഏറ്റു, അതും ഇയാൾ ഏറ്റുവാങ്ങി എന്നർത്ഥം. ഈ നോക്ക് ഈസാ അലൈഹി സ്വലാമിനെ പറ്റി പറയുന്ന ഹദീസിനെ പറ്റി പറയാം. ഈസാ അലൈഹി സ്വലാം ഇറങ്ങി വരുന്ന പറഞ്ഞല്ലോ, അതിനെപ്പറ്റി അബ്ദുസ്സലാം സുല്ലമി ഇതാണ്: വിശ്വാസപരമായ സംഗതികൾ സ്ഥിരപ്പെടാൻ ഖുർആനിന്റെ വ്യക്തമായ നിർദ്ദേശമോ അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസോ ആവശ്യമാണ്. അബൂ ഹുറൈറ, ജാബിർ, ഹുദൈഫ മുതലായ ഏതാനും സഹാബിമാരിൽ നിന്ന് മാത്രമാണ് ഈസാ നബിയുടെ പുനരാഗമനത്തെപ്പറ്റിയുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി മുതലായവരോ അവരുടെ ഭാര്യമാരിൽ നിന്നോ ഉദ്ധരിക്കുന്നില്ല. ഇതൊക്കെ കളവാണ് ഈ പറഞ്ഞത്. ഒന്ന് പറഞ്ഞ് വിശ്വാസം സ്ഥിരപ്പെടാൻ ഒന്നുകിൽ ഖുർആൻ പറയണം അല്ലെങ്കിൽ മുത്തവാത്തിറായ ഹദീസ് പറയണം എന്നാ. അത് കളവാണ്. ഹദീസ് സ്ഥിരപ്പെടാൻ മുത്തവാത്തിറായ ഹദീസ് വേണം. അല്ല, യഖീദ വിശ്വാസം സ്ഥിരപ്പെടാൻ മുത്തവാത്തിറായ പിന്നെ ഹദീസ് വേണം, അല്ലെങ്കിൽ ഖുർആൻ പറയണം എന്നാ അവർ പറയണേ. അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടില്ല. റസൂല് പറഞ്ഞോ, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക, വിശ്വാസപരമാണെങ്കിൽ അത് മുത്തവാത്തിറാണ് സ്വീകരിച്ചാൽ മതി, ഖബർ വാഹിദാണ് സ്വീകരിക്കേണ്ടെന്ന് റസൂല് പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും സഹാബികൾ പറഞ്ഞോ, റസൂല് പറഞ്ഞ ഹദീസ് നിങ്ങൾ വിശ്വാസപരം കർമ്മപരം എന്ന് വിഭജിക്കണം. വിശ്വാസപരമായ ഹദീസാണെങ്കിൽ മുത്തവാത്തിറാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. മുത്തവാത്തർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹാബികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുക, അതിന് ശേഷമുള്ള ആൾക്കാരും കുറെ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുക. അതിനാണ് മുത്തവാത്തിർ എന്നറിയാം. അതിൽ ഏറ്റവും ചുരുങ്ങിയ എണ്ണം 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലർ 5 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വന്നാൽ സ്വീകരിക്കാവുന്ന ആരാ പറഞ്ഞത്? റസൂലും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? റസൂല് പറയുന്ന ഹദീസുകള് മുത്തവാത്തിറാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി വിശ്വാസ കാര്യത്തിൽ, അല്ലെ സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഖുർആനിലുമില്ല ഹദീസുമില്ല. ലോകത്ത് ഇന്ന് വരെ സലഫികൾ പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതാരാന്നറിയോ? അത് മുഅ്തസിലത്താണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം പറയാം, വഹാദ തഫ്രീഖ്, ഹദീസുകളെ വിശ്വാസപരം കർമ്മപരം എന്ന വിഭജനം ബാത്തിലാണ് ബി ഇജ്മാഇൽ ഉമ്മ, മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ അനുസരിച്ച് ഈ വിഭജനം പറ്റൂല. ഹദീസുകളൊക്കെ വിശ്വാസം തന്നെയാണ്. കർമ്മം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വിശ്വാസം ഉണ്ടെന്ന് അദ്ദേഹം തെളിയിക്കണേ. എന്നിട്ട് അദ്ദേഹം സഹാബികളും അതിനുശേഷമുള്ള എല്ലാവരും റസൂല് പറഞ്ഞ വിശ്വാസത്തിൽ കർമ്മത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നങ്ങനെ വിശദീകരിച്ചു പോവുകയാണ്. അവസാനം അദ്ദേഹം ചോദിക്കുകയാണ്, ഫൈന സലഫുൽ മുഫർരിഖീന ബൈനൽ ബാബൈൻ, അതുകൊണ്ട് ഇങ്ങനെ വിഭജിക്കുന്ന ആൾക്കാരുടെ പൂർവികർ ആരാണ്, എവിടെയാണ്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ, അവരുടെ മുൻഗാമികൾ ബാദു മുതാഖിരി അൽ മുതകല്ലിമി, ചില വചനശാസ്ത്രത്തിന്റെ ആൾക്കാരാണ് പിൽക്കാലത്ത് വന്ന, അപ്പൊ സലഫികളല്ല. എന്നാൽ ഇവര് സലഫികളാണെന്ന് പറഞ്ഞിട്ട് റസൂലിന്റെ ഹദീസ് വിശ്വാസപരമാണ് എന്ന് പറഞ്ഞ് തള്ളുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വലിയ വിഷയമാണ്. ഇത് ഇതിൽ മാത്രമല്ല, വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകൾ ഇവർ
ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തതിന്റെ മറുപടി എന്താണെന്നറിയോ? വിശ്വാസം സ്വീകരിക്കണേ മുത്തവാത്തിർ ആകണം എന്ന് പറഞ്ഞ് സങ്കല്പിച്ചാൽ ഈ ഹദീസ് മുത്തവാത്തിറുമാണ്. ഈസാ നബി ഇറങ്ങി വരും, മസീഹ് ദജ്ജാൽ വരും എന്ന ഹദീസ് മുത്തവാത്തിറാണ്. 40ഓളം സഹാബികളാ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ഷെയ്ഖ് അൽബാനിയുടെ ബുക്കിൽ പറയുന്നത്. എത്ര 40ഓളം ഹദീസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ഈ രണ്ടാളെ സംഭവം. അപ്പൊ അത് മുത്തവാത്തിറാണ്. എന്നിട്ടും എന്ത് ചെയ്തു? ഇവര് തള്ളി. പിന്നെ പറഞ്ഞു ഇതിൽ അബൂ ഹുറൈറ, ജാബിർ, ഹുദൈഫ മുതലായവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി ഇവരാ റിപ്പോർട്ട് ചെയ്തില്ല. അതൊക്കെ കളവാണ്. ഉമർ ഖത്താബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ്. ഇതൊക്കെ എന്താ പറയുക, വലിയ മുഹദ്ദിസുകളായ ആൾക്കാർ രംഗത്ത് വന്നിട്ട് ഈ പച്ചക്കള്ളം പറയാണ്. ഹദീസ് പണ്ഡിതന്മാരാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അംഗീകരിക്കുമല്ലോ. ഇതെല്ലാം കളവ് പ്രചരിപ്പിക്കണം. ഉമർ ഖത്താബിന്റെ ഒരു വാചകം നോക്കിക്കോളി, സയകൂനു ഫീക്കും ഖൗമുൻ, നിങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടർ രംഗത്ത് വരും, മിൻ ഹാദിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ, യുകദിബൂന ബിർ റജും, റജും അവർ കളവാക്കും, യുകദിബൂന ബി ദജ്ജാൽ, ദജ്ജാലിനെ അവർ കളവാക്കും. അല്ല, മസീഹ് ദജ്ജാൽ വരുന്ന കളവാക്കുന്ന ആൾക്കാർക്കെതിരെ ഉമർ ഖത്താബ്. യുകദിബൂന ബി തുലൂ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും അവസാന കാലം, അത് കളവാക്കുന്ന ഒരു കൂട്ടർ വരും. യുകദിബൂന ബി അദാബിൽ ഖബർ, ഖബർ ശിക്ഷനെ കളവാക്കുന്ന ഒരു കൂട്ടർ രംഗത്ത് വരും. വയുകദിബൂന ബി ഷഫാ, ഷഫാത്തിനെ കളവാക്കുന്നവർ രംഗത്ത് വരും. വയുകദിബൂന ബി ഖൗമിൻ യഖ്റുജൂന മിനന്നാർ ബഅദ മംതുഹിഷു, നരകത്തിൽ കടന്ന് കരിക്കട്ടായതിനു ശേഷം നരകത്തിൽ പുറത്തു വരുന്നൊരു കൂട്ടരുണ്ട്, അത് കളവാക്കും. ഇങ്ങനെ കളവാക്കുന്നവർ രംഗത്ത് വരും. ഫൈൻ അദറക്തുഹും ലഖ്തുലന്നഹും ഖത്ല ആദിം വസമൂദ്, ഇങ്ങനെ കളവാക്കുന്നവരെ എന്റെ കാലത്താണ് അവർ വരുന്നതെങ്കിൽ അവരെ മുഴുവനും ഞാൻ കൊന്നുകളയും. ഏതുപോലെ? ഏത് സമുദായത്തെ? സമൂദ് ഗോത്രത്തെ അള്ളാഹു കൊന്നതുപോലെ. അത്ര ദേഷ്യാണ്. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളെ പരിഹസിക്കുന്നതിനോട് ഇവരുടെ നിലപാടാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിപ്പോ വിശ്വാസപരമായ ഹദീസാണെങ്കിൽ തള്ളുക എന്ന് പറഞ്ഞൊരു കൂട്ടര് ഹദീസിനെതിരെ. ഇത് ലോകത്ത് സലഫികളുടെ സമീപനമല്ല. സലഫികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മുഅ്തസില എന്ന ബിദഈ കക്ഷി മുതകല്ലിമീങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇനി ഇവരോ, ഇനി ഞാൻ ഉദാഹരണം പറയാതെ ഒറ്റ കാര്യം ഞാൻ പറയാം. ബുദ്ധിക്കെതിരായ ഹദീസ് തള്ളുക. വേണമെങ്കിൽ ഒറ്റ ഉദാഹരണം കൂടി, ഒരു മണിവരെ നമുക്ക് പോകാന്നുള്ള ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം കൂടി പറയാം. അതെന്താണെന്നറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വരെ തട്ടിപ്പും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹദീസ് നിഷേധികൾക്ക് ഒരു പ്രമാണം ഒരു കാലത്തും ഉണ്ടാവില്ല. ഒരു കള്ളം പറയുകയും ചെയ്യുള്ളൂ, നുണയെ പറയുള്ളൂ. അതിൽപ്പെട്ട ഒരു ഉദാഹരണം കേട്ടോളൂ നിങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചന്ദ്രൻ പിളർന്നൊരു സംഭവം, ചന്ദ്രൻ പിളർന്ന സംഭവം റസൂലിന്റെ കാലത്ത് അങ്ങനെ ശത്രുക്കൾ ആവശ്യപ്പെട്ടു. അപ്പൊ ചന്ദ്രൻ 2 കഷ്ണമായി. ഇതിനെപ്പറ്റി ഒരു ഹദീസ് പണ്ഡിതൻ പറയുന്ന വായന നോക്കിക്കോട്ടെ. ഹദീസ് നിഷേധിക്കണം. അതിന് ഇബ്നു ഹജറിനെ കൂട്ടുപിടിക്കുകയാണ്. ഇബ്നു ഹജർ നിഷേധിക്കുന്നു എന്ന് വരുത്തുകയാണ്. ഇബ്നു ഹജർ എഴുതുന്നു, അനസും ഇബ്നു അബ്ബാസും ഈ സംഭവത്തിന് സാക്ഷികളായിട്ടില്ല. കാരണം ഈ സംഭവം ഹിജ്റയുടെ 5 വർഷം മുമ്പ് മക്കയിൽ സംഭവിച്ചതാണ്. ഇബ്നു അബ്ബാസ് അന്ന് ജനിച്ചിട്ടില്ല. അനസ് 4 വയസ്സുള്ള കുട്ടിയായി മദീനയിൽ ജീവിക്കുകയാണ് കഴിഞ്ഞു. ഇത് തലയും ബാലും വെട്ടിയിട്ടാണ് കൊടുത്തത്. അതിനെ ഫുള്ളായിട്ടുള്ള ഞാൻ വായിച്ചു തരാം. അപ്പൊ ഇബ്നു ഹജർ എഴുതുന്നു, അനസും ഇബ്നു അബ്ബാസ് ആണ് ചന്ദ്രൻ പിളർന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് മദീനയിൽ നിന്നാണ് സംഭവിച്ചത്. അന്ന് ഇബ്നു അബ്ബാസ് കുട്ടിയാണ്, മക്കയിലാണ്. അങ്ങനെയല്ലോ ഇബ്നു ഹജർ എഴുതുന്നു, അനസും ഇബ്നു അബ്ബാസ് ഈ സംഭവത്തിന് സാക്ഷികളായിട്ടില്ല. കാരണം ഈ സംഭവം ഹിജ്റയുടെ 5 വർഷം മുമ്പ് മക്കയിൽ സംഭവിച്ചതാണ്. ഇബ്നു അബ്ബാസ് അന്ന് കുട്ടിയാണ്, മക്കയിലാണ് സംഭവിച്ചത്. ഇബ്നു അബ്ബാസ് അന്ന് അന്ന് ജനിച്ചിട്ടില്ല. അനസാണ് ഈ 4 വയസ്സുള്ള കുട്ടിയായി മദീനയിലുമാണ്. അവ രണ്ടാളും കാണാത്ത കള്ളം പറഞ്ഞു. ഇബ്നു അബ്ബാസും നുണ പറഞ്ഞു, അനസും കളവ് പറഞ്ഞു എന്ന് വരുത്തി. എന്നിട്ട് ഇബ്നു ഹജർ പറയുന്നു എന്നും പറഞ്ഞു. എന്നാൽ ഇബ്നു ഹജർ പറഞ്ഞതിന് തുടക്കവും കളഞ്ഞു, ഒടുക്കവും കളഞ്ഞു. അത് ഹദീസ് നിഷേധികൾ ഒരിക്കലും സത്യം പറയില്ല. കാരണം തുടക്കം പറഞ്ഞാൽ ഒടുക്കം പറഞ്ഞാൽ ഇതിനെതിരാണെന്ന് മൂപ്പർക്ക് അറിയാം. അതുകൊണ്ട് മധ്യത്തുനിന്ന് വാചകം എടുത്തു. ഇത് ചെയ്യാൻ പാടുണ്ടോ? നോയിക്കോ, ഇബ്നു ഹജർ പറയുന്നു, നോയിക്കോ, വഖദ് വറദ ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്ന സംഭവം വന്നിട്ടുണ്ട്. ഐലം മിൻ ഹദീസി അലി, അലിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹുദൈഫയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജുബൈർ ഇബ്നു മുത്തൈമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇബ്നു ഉമറും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വൈറും അതല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാചകം കളഞ്ഞു.
എന്നിട്ട് പിന്നെ പറയാ എന്നാൽ അനസും ഇബ്നു അബ്ബാസും ഫലം യഹ്ദുറ ദാലിക, അതിനവർ സാക്ഷികളായിട്ടില്ല എന്ന് അവർ കണ്ടിട്ടില്ല. കാരണം എന്താ? ലിഅന്നഹു കാന ബി മക്ക, അത് മക്കയിലായിരുന്നു. ഖബല ഹിജ്റക്ക് മുമ്പ് ബിനഹവി 5 സിനീന, ഹിജ്റക്ക് 5 കൊല്ലം മുമ്പ്. വക്കാന ഇബ്നു അബ്ബാസ് ഇദാകലം യൂല, അന്ന് ഇബ്നു അബ്ബാസ് ജനിച്ചിട്ടില്ല. എന്നാൽ അനസാണ് 4 വയസ്സുള്ള കുട്ടിയായിട്ട് മദീനയിലുമാണ്. ഇത് മാത്രം കൊടുത്തു. എന്നാവ അമ്മ വയറുമ്മ, പിന്നെ ഒടുക്കത്തെ വാചകം കളഞ്ഞു. എന്നാ ഇബ്നു അബ്ബാസും അനസും അല്ലാത്തവർ ഫയംകുനാൻ യകുന ഷാദാലിക, അത് കണ്ടിട്ടുണ്ട് എന്നാണ്. അതും അങ്ങോട്ട് കളഞ്ഞു. ഇബ്നു അബ്ബാസും അനസും കള്ളം പറഞ്ഞതാണ് അല്ല, അതിനാണ് മുർസലു സഹാബി എന്ന് പറയാം. അത് ഉസൂൽ ഹദീസിൽ വേറൊരു നിയമ, മുർസലു സഹാബി എന്ന് പറയും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എല്ലാവരും നബിയിൽ നേരിട്ട് കേൾക്കണ്ട, സഹാബികൾ പറഞ്ഞു കൊടുത്താലോ റസൂല് പറഞ്ഞു എന്ന് പറയും. അതിനാണ് മുർസലു സഹാബി എന്ന് പറയാം. ആയിഷാബിന്റെ പല ഹദീസുകളും റസൂലിന് കേട്ടത്, ചിലപ്പോൾ വേറെ വലിയ സഹാബികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇബ്നു അബ്ബാസ് കുട്ടിയായിരിക്കും, അതുകൊണ്ട് വലിയ സഹാബികൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടൊക്കെ മതത്തിൽ അത് സ്വീകാര്യമാണ്, മുർസലു സഹാബി സ്വീകാര്യമാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇബ്നു ഹജർ പിന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടോ, ചന്ദ്രൻ പിളർന്ന സംഭവം നിഷേധിക്കാൻ വേണ്ടി ഇബ്നു ഹജറിന്റെ തുടക്കവും ഒടുക്കവും വെട്ടിയിട്ട് അത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരി ഈ ഹദീസ് ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിമും അങ്ങനെ തന്നെ, അബൂദാവും. ഇബ്നു കസീർ പറഞ്ഞ ഈ ഹദീസ് മുത്തവാത്തിറാണ്. ചന്ദ്രൻ പിളർന്ന സംഭവം ഹദീസ് മുത്തവാത്തിറ. അതിന് ഖുർആനിലും വന്നിട്ടുണ്ട്. ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ, ഖിയാമത്ത് അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു, ഖുർആനിലും വന്നിട്ടുണ്ട്. എന്നിട്ടും ഇത് നിഷേധിച്ചിട്ടാണ് ഇവരുടെ ഹദീസ് പരിഭാഷയിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഹദീസ് നിഷേധികൾക്ക് ഒരിക്കലും തെളിവുണ്ടാവില്ല. അവര് വസ്വാസുണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാ. ചന്ദ്രൻ പിളർന്ന സംഭവത്തിന് ഒരുപാട് തെളിവുകൾ അല്ലാതെ തന്നെ ഉണ്ട്, ശാസ്ത്രീയമായിട്ടൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എറണാകുളം സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്ന ദാവൂദ് മൂസ പിട്കോക്ക് ഇസ്ലാമിലേക്ക് വന്നത് തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അമേരിക്കയുടെ നാസ പുറത്തുവിട്ട ഒരു വിവരം അയാൾ പറയാണ്, എന്താ ചന്ദ്രന്റെ പിളർപ്പിന്റെ അടയാളം ഇപ്പോഴും കാണുന്നുണ്ട്. അതിനെപ്പറ്റി ഗവേഷണം നടത്തി അയാൾക്കൊരു വിവരം കിട്ടിയില്ല. അവസാനം മുസ്ലിങ്ങൾ പറഞ്ഞു കൊടുത്തു, റസൂലിന്റെ കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ നബിയോട് ചന്ദ്രൻ പിളരാൻ ആവശ്യപ്പെട്ടു, എന്നാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിളർത്തിക്കൊടുത്തതാണ് ഇത്. അപ്പൊ അത് ബോധ്യമായപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അയാൾ ക്രിസ്ത്യാനിയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ ഇതിന് തെളിവുകൾ വേറുണ്ട്. അപ്പൊ ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളുക, വേറെ പലതും തള്ളുക. തള്ളുന്നതാണെങ്കിൽ ഈ രൂപത്തിലാണ്. ഇപ്പൊ വേറൊരു കോലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ ഹദീസിനെ തള്ളാൻ പുതിയൊരു നിയമം. ഇപ്പൊ നവോത്ഥാനത്തിനെതിരെ പറഞ്ഞിട്ടാ തള്ളല്. അത് കേട്ടോ നിങ്ങൾ പുതിയ. മുമ്പ് കാലത്ത് ബുദ്ധിക്കെതിരായ ഹദീസ് തള്ളുക. ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹദീസ് വിശ്വാസപരമാണെങ്കിൽ തള്ളുക. ഇതൊക്കെ ആരാ? അതൊന്നും അഹ്ലുസുന്നന്റെ വീക്ഷണമല്ല, ഇതൊക്കെ ബിദഈ കക്ഷികളുടേതാണ്. ഇപ്പതാ പുതിയത്, ഇപ്പൊ 2012 2011 അല്ലെങ്കിൽ ഏകദേശം 2000 അതിന്റെ അടുക്ക് പുതിയൊരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു. ചില ഹദീസുകൾ നവോത്ഥാനത്തിനെതിരാണ്, അതുകൊണ്ട് അത് തള്ളുക എന്നാണ്. അപ്പൊ എന്താ? കണ്ണേറ് ഫലിക്കുന്നു പറഞ്ഞത് നവോത്ഥാനത്തിനെതിരാണ്, അതുകൊണ്ട് ഹദീസ് തള്ളുക. സിഹർ ഫലിക്കുന്ന പറഞ്ഞപ്പോ അതിന് പുതിയ വ്യാഖ്യാനം, അത് നവോത്ഥാനത്തിനെതിരാണ്, അത് പറഞ്ഞിരുന്ന പ്രശ്നമാണെന്നാണ്. അപ്പൊ സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞാൽ നവോത്ഥാനം ഉണ്ടാവും എന്നർത്ഥം. കണ്ണേറ് ഫലിക്കും എന്ന് പറഞ്ഞാൽ നവോത്ഥാനം പോകും, കണ്ണേറ് ഫലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നവോത്ഥാനം ഇങ്ങോട്ട് വരും. ഇവര് ഇങ്ങനെ പറഞ്ഞ ബൽക്ക് ഈ നവോത്ഥാനം എവിടെയെങ്കിലും വെക്കുക, എത്ര നവോത്ഥാനം പോലും പോലും. പിന്നെ കണ്ണേറ് എതിർത്തു, അപ്പൊ കുറെ നവോത്ഥാനം കിട്ടി. പിന്നെ സിഹിർ ഫലിക്കൂല എന്ന് പറഞ്ഞു, അപ്പൊ കുറെ നവോത്ഥാനം കിട്ടി ഇവർക്ക്. പിന്നെ ഇതാ പിശാച് മനുഷ്യന്റെ ശരീരത്തിൽ കയറൂല എന്ന് പറഞ്ഞാൽ കുറേ നവോത്ഥാനം കിട്ടി. കാരണം അതാണ് ഇപ്പൊ വലിയ നവോത്ഥാനത്തിനെതിരെ. ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നവോത്ഥാനത്തിനെതിരാണ് അത്രേ. പിന്നെ വേറെ ചില ആൾക്കാർ ഏതായാലും കയറുന്നാണ് സംഭവിച്ചിട്ടുണ്ട്, ശരീരത്തിൽ കയറുന്ന്. അതുപോലെ നവോത്ഥാനത്തിനെതിരെ എന്തോ വന്നിട്ടില്ല, അതുപോലെ അതുവരെ സംഭവിച്ചു, അത് കുടുങ്ങി സംഭവിച്ചതാ. പക്ഷെ ഇനി അവൻ ഇറക്കാൻ പറ്റൂല, ഇറക്കുന്നത് നവോത്ഥാനത്തിനെതിരെ, ഇറക്കുന്നത് നവോത്ഥാനത്തിനെതിരെ. ഇപ്പൊ അയിമല പിടിച്ചിട്ടുണ്ടേ നവോത്ഥാനത്തിന്റെ. ഏതാണ് ഈ മണ്ടന്മാർക്ക് എന്താ നവോത്ഥാനം എന്നറിയോ? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ള ചില വിഷയങ്ങൾ തള്ളലാ നവോത്ഥാനം എന്ന് പറയണേ. എന്താ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? തജ്ദീദ് എന്നൊക്കെ പറഞ്ഞ എന്താ അഹമ്മദ് ബിൻ ഹംബൽ സാധ്യമാക്കിയ നവോത്ഥാനം? എന്താ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സാധ്യമാക്കിയ നവോത്ഥാനം? എന്താ ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിക്കുമ്പോ പൂർവികർ ആചരിച്ച ഇസ്ലാമിലേക്ക് കൊണ്ടുപോവുക, അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നവോത്ഥാന നായകനല്ലേ? അദ്ദേഹമല്ലേ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് പരിഹസിച്ചാൽ അവൻ കാഫിറാവും എന്ന് പറഞ്ഞത്? അവർക്കേ നവോത്ഥാനം ഉണ്ടാവുള്ളൂ.
അഹമ്മദ് ബിൻ ഹംബൽ പീഡിപ്പിക്കപ്പെട്ടു, മർദ്ദിപ്പിക്കപ്പെട്ടു. എന്നിട്ടും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു ചെറിയ വിഷയം പോലും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നവോത്ഥാനം ഉണ്ടായി ഇമാം അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ റസൂൽ തിരുമേനിയുടെ ഹദീസുകൾക്കെതിരെ രംഗത്ത് വന്നാൽ അവന് ദാരുണമായ അന്ത്യമുണ്ടാകുമെന്ന് ഉദാഹരണ സഹിതം പറയുന്നു. ഇവരാണ് നവോത്ഥാന നായകന്മാർ. എന്നിട്ട് എന്താ നവോത്ഥാനം എന്നറിയില്ല. ഇസ്ലാമിലുള്ളത് തള്ളിയ നവോത്ഥാനം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിപ്പോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ ഹദീസ് നിഷേധത്തിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സലഫികളുടെ വീക്ഷണം എങ്ങനെ എന്ന് നമ്മൾ നന്നായി പഠിക്കുക. ഇതിനു വേണ്ടി പിന്നെ നമ്മൾ ജീവിക്കും വേണം. ഒരു ചോദ്യം, ഇമാം ബുഖാരിയുടെ ഹദീസിൽ ലൈഫ് വരാൻ സാധ്യത ഉണ്ടോ? പല്ലിയെ കൊല്ലൽ സുന്നത്ത് എന്ന ഹദീസിൽ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഈ നാട്ടിൽ പല്ലിയല്ല, ഈ നാട്ടിലെ പല്ലിയല്ല, അറേബ്യയിലുള്ള പല്ലിയാണ്, ശരിയാണോ? അപ്പൊ ഇമാം ബുഖാരിയുടെ ഹദീസിൽ ലൈഫില്ല, മുസ്നദായ മർഫുആയ ഹദീസുകളുണ്ടല്ലോ, അതിലൊന്നും ലൈഫില്ല എന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇൽമിയായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയെ ആരും എതിർത്തിട്ടില്ല. ഇമാം ദാറഖുത്നിയൊക്കെ ഇമാം ബുഖാരിയുടെ ചില ഹദീസുകൾക്ക് വിമർശനം നൽകിയിട്ടുണ്ട്. അതിലും വലിയ പണ്ഡിതന്മാർ ഇൽമിയായിട്ട് തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇൽമിയായി ചർച്ച ചെയ്യുന്നതിന് നമ്മൾ ആരും എതിരും പറയാറില്ല. നേരെ മറിച്ച് ഒരു ഹദീസ് മുൾത്തറബ് എന്നാണോ പറയേണ്ടത്, മുൾത്തരിബ് എന്നാണോ പറയേണ്ടത്, ഇതൊന്നും തിരിച്ചറിയാത്ത കുറെ കുട്ടികൾ എന്നിട്ട് അത് വൈരുദ്ധ്യം, അത് ഞാൻ അംഗീകരിക്കും, ഇത് ഞാൻ അംഗീകരിക്കും, എന്താ ന്യായം? അത് ഇന്റെ തൊള്ള തന്നെ, വേറൊന്നുമില്ല. അപ്പുറം അറിയില്ല ഇപ്പുറം അറിയില്ല, ഒരു വിവരമില്ല. ഇൽമിയായി ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന് ഇൽമിയായി മറുപടിയും കൊടുത്തിട്ടുണ്ട്. വൈജ്ഞാനികമായ ചർച്ച മുസ്ലിം ലോകം സ്വാഗതം ചെയ്തിട്ടുണ്ട്, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സഹീൽ ബുഖാരിലെ ഹദീസൊക്കെ സഹീഹാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനെ എതിർത്തവർ, വലിയ ആൾക്കാർ എതിർത്തിട്ടുണ്ടെങ്കിൽ അവരെതിർപ്പല്ല ശരി, അതിലും വലിയ ആൾക്കാർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതാണ് അതിനെപ്പറ്റി സഹീൽ ബുഖാരിയുടെ ഹദീസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പല്ലിയെ കൊല്ലൽ സുന്നത്ത് എന്ന ഹദീസിൽ ഒരു പ്രവർത്തനം പറഞ്ഞത് ഈ നാട്ടിലെ പല്ലിയല്ല, സൗദി അറേബ്യയിലുള്ള പല്ലിയല്ല, അറേബ്യൻ നാട്ടിലുള്ള പല്ലിയാണെന്നാ പറയുന്നത്. ഒക്കെ ഏതായാലും കുറച്ചൊക്കെ സംഭവിച്ചു. ചില ആൾക്കാർ അങ്ങനെ ലേശം ഏതായാലും പല്ലിനെ കൊല്ലാന്ന് സംഭവിച്ചു. ഏതായാലും ഇത് അറബ് നാട്ടിലുള്ള പല്ലിയാണ്, നമ്മുടെ പല്ലിയല്ല. ഇതൊക്കെ വെറുതെ ന്യായങ്ങൾ പറയണം. ഒരു പ്രമാണം ഒരാൾക്കും പറയില്ല. വസഖ് എന്ന് പറഞ്ഞ പല്ലിന്ന് ഏത് നാട്ടിലുള്ള പല്ലിയാണെങ്കിലും, ഏത് നാട്ടിലുള്ള പല്ലിയാണോ ആ പല്ലി വൃത്തികെട്ട സാധനമാണ്. അതിനെ ഫുവൈസിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, മറ്റേ പണ്ടുകാലത്ത് ഇറാഖ് അറബ് നാടൊന്നായിരുന്നില്ല. ഇറാഖ് ഇബ്രാഹിം നബിന്റെ തീയിൽ അന്ന് ഊതിയല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം അറബി ഭാഷ സംസാരിക്കുന്ന ആൾ വരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകനെ മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. മക്കയിലുള്ള ആൾക്കാർ അറബികളായതുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം അറബി പഠിച്ചു. അങ്ങനെയാണ് പിന്നെ ആ കുടുംബം അറബിയായിട്ട് പോട്. എന്നാൽ ഇബ്രാഹിം നബി അറബി ആയിരുന്നില്ല, അപ്പൊ അറബ് നാടായിരുന്നില്ല അന്ന് ഇറാഖ്. മനസ്സിലായില്ലേ? അന്ന് ഉള്ള ആ പല്ലി, ഈ പല്ലിന്റെ ദോഷം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇറാഖിലെ പല്ലിനും കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏത് ലോകത്തുള്ള പല്ലിയാണ്. ആ പല്ലിയെ കൊല്ലണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിന്തുടരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയെല്ലാം അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത